ചാപ്റ്റർ 15 ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ദി ടേക്കിംഗ് കോഗ്നിസൻസ് ആണ്. അതിൽ ഇനി നമ്മൾ നോക്കേണ്ടത് 221 ആണ്. നമ്മൾ ഇത്രയും നോക്കിയ പോർഷനിൽ ഒരു കേസിൽ മാത്രം ഒരു ലിമിറ്റേഷൻ പീരീഡ് പറഞ്ഞു, ഒരു 1 ഇയർ, ഒരു 1 ഇയറിന്റെ ഒരു ലിമിറ്റേഷൻ പീരീഡ് പറഞ്ഞു. അത് നമ്മുടെ 219-ന്റെ 4-6 അതൊന്ന് നോക്കി വെച്ചോളണം കേട്ടോ, ശ്രദ്ധിച്ചോളണം. അത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. അതായത് വിത്ത് റെസ്പെക്ട് ടു 64 എന്ന് പറഞ്ഞാൽ റേപ്പ് അണ്ടർ ദ ഏജ് ഓഫ് 18 ഇയേഴ്സ് ആണെങ്കിൽ ഒഫൻസ് നടന്ന് 1 ഇയറിനുള്ളിൽ ആണെങ്കിൽ കോഗ്നിസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. Then coming to section 221 അമ്മല ഒന്ന് വായിക്കോ. No court shall take cognizance of Section 67 of BNS 2023, where the persons are in a marital relationship or made by the wife against the husband. അത് 67 എന്ന് പറയുന്നത് ഇതാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ. ഡ്യൂറിംഗ് ദി ജുഡീഷ്യൽ സെപ്പറേഷനിൽ വരുന്ന ഒരു ഒഫൻസ് ആണ്. ജസ്റ്റ് 67 എന്ന് നമുക്ക് നോക്കാം. sexual intercourse by the husband upon his wife. അത് എല്ലാവരുടെ ആരോ ഒക്കെ അൺമ്യൂട്ടായിട്ട് വെക്കുന്നു. അതായിരിക്കും എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. എല്ലാരും മ്യൂട്ട് ചെയ്തോ? ഓക്കെ, ഹരിലാൽ സാറിന്റെതാണ് സാർ. ഹരിലാലിന്റെ അത് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. അതായത് whoever has sexual intercourse with his own wife who is living separately, whether under a decree of decree of separation or otherwise, without her consent, shall be punished with imprisonment by the discretion for a term to 2 years ആണ്. അപ്പൊ ഡ്യൂറിങ് ദി സെപ്പറേഷൻ ആണ്, ജുഡീഷ്യൽ സെപ്പറേഷൻ സമയത്ത് ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് ഹിസ് ഓൺ വൈഫ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നോ കോർട്ട് ഷാൽ ടേക്ക് കോഗ്നിസൻസ്. എന്താ പറയുക? വെദർ പേഴ്സൺസ് ആർ ഇൻ എ മെരിറ്റൽ റിലേഷൻഷിപ്പ് എക്സെപ്റ്റ് അപ്പോൺ പ്രൈമാ ഫേസിയ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ഫാക്ട്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദി ഒഫൻസ് അപ്പോൺ എ കംപ്ലൈന്റ് ഹാവ് ബീൻ ഫയൽഡ് ഓർ മെയ്ഡ് ബൈ ദി വൈഫ് അഗെയിൻസ്റ്റ് ദ ഹസ്ബൻഡ്. അപ്പൊ അത് കൊടുക്കാൻ പറ്റുന്ന ആളും പിന്നെ വൈഫ് മാത്രമാണ്. അത് പ്രൈമാ ഫേസിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കോഗ്നിസൻസ് എടുക്കാൻ കഴിയുള്ളൂ. അതാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഡിഫമേഷൻ ആണ്. പ്രോസിക്യൂഷൻ ഫോർ ഡിഫമേഷൻ 222. അതിന്റെ ആദ്യം ഒന്ന് വായിക്കൂ, സൗഫിൽ ഒന്ന് വായിക്കൂ. വായിക്കാം സർ. Prosecution for defamation, Clause 1. No court shall take cognizance of an offence punishable under Section 356 of the Bharatiya Nyaya Sanhita 2023 except upon a complaint made by some person aggrieved by the offence. Proviso vaikana sir. Provided that where such person is a child or is of an unsound mind or is having intellectual disability or is from sickness or infirmity unable to make a complaint or is a woman who according to the local customs and manners ought not to be compelled to appear in public, some other person may with the leave of the court make a complaint on his or her behalf. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്തും ഈ പ്രൊവിഷൻ വരുന്നുണ്ട്. അതായത് ചൈൽഡ് അല്ലെങ്കിൽ അൺസോൺ മൈൻഡ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പിന്നെ അതുപോലെ ലോക്കൽ കസ്റ്റംസ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവരാണ് അതിനകത്തെ അഗ്രീവ്ഡ് പേഴ്സൺ എങ്കിൽ എന്താണ് വിത്ത് ദ ലീവ് ഓഫ് ദ കോർട്ട് എനി അതർ പേഴ്സൺ
മേക്ക് എ കംപ്ലൈന്റ് ഓൺ ഹിസ് ഹെറോ ബിഹാഫ് എന്നുള്ളതാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ the complaint should be made by the person aggrieved by the offense എന്നാ പറയുന്നത്. പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ദ ഒഫൻസ്. അപ്പൊ ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതൊരു പേഴ്സണലായിട്ട് വരുന്ന ഒരു ഒഫൻസ് ആണ്. അപ്പോ സം അതർ പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ദി ഒഫൻസ്. അപ്പൊ അത് അഗ്രീവ്ഡ് ബൈ ദ ഒഫൻസ് ആരാണ് എന്നുള്ളത് ഓരോ ഫാക്റ്റിലും വരുന്ന ഡിസ്പ്യൂട്ടായിട്ട് വരുന്നൊരു ഇതാണ്. അപ്പോ വേറൊരു ഇൻഡിവിജ്വലിന് വരുന്ന ഒരു ഡിഫമേറ്ററി മാറ്ററിൽ വേറൊരു ഇൻഡിവിജ്വലിന് കൊടുക്കാൻ പറ്റത്തില്ല. അയാൾക്ക് അപമാനം ഉണ്ടായി എന്നും കൊണ്ട് വേറെ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട്, ഒരു ലിബലോ അല്ലെങ്കിൽ സ്ലാൻഡറോ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അയാൾക്കൊരു ഗ്രീവൻസ് ഉണ്ടായെന്ന് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോ ഈ റീസെന്റ്ലി ഡിസൈഡ് ചെയ്തൊരു കേസില് നമ്മുടെ അമൃതാനന്ദമയിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചെന്നാല് ഈ നമ്മുടെ റിപ്പോർട്ടർ ചാനല് അമൃതാനന്ദമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു അവര്. അതായത് അമൃതാനന്ദമയിയെ കുറിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ചിട്ട് ഒരു വിദേശി എഴുതിയ ഒരു ബുക്കുണ്ടല്ലോ, ആ ബുക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം റിപ്പോർട്ടർ ചാനൽ ചെയ്തു. റിപ്പോർട്ടർ ചാനൽ ചെയ്തപ്പോ എ പേഴ്സൺ ഹു ക്ലെയിം ടു ബി ദ ഡിവോട്ടി ഓഫ് ദി അമൃതാനന്ദമയി മതം, ഹി ഫൈൽഡ് എ ഡിഫമേഷൻ സ്യൂട്ട്. അപ്പോ അത് ഹൈക്കോടതിയിൽ അതിന്റെ പ്രതിഭാഗം റിപ്പോർട്ടർ ചാനലിന്റെ ആൾക്കാര്, റിപ്പോർട്ടർമാര് അത് കോഷ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചത് ഈ പേഴ്സൺ അഗ്രീവ്ഡ് അല്ല എന്നുള്ളതാണ്. അതായത് അമൃതാനന്ദമയിനെ അപമാനിക്കാൻ വേണ്ടി ഡിഫമേറ്ററി റെഫ്യൂട്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയെങ്കിൽ അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നതായിരുന്നു അതിനകത്ത് പ്രതിഭാഗത്തിന്റെ തർക്കം. അപ്പൊ ക്വസ്റ്റ്യൻ അവിടെ ഡിസൈഡ് ചെയ്തത് വെദർ ദാറ്റ് പേഴ്സൺ ക്യാൻ ബി ടേംഡ് ആസ് സം പേഴ്സൺ അഗ്രീവ്ഡ്, അതാണ്. അപ്പോ അതിനകത്ത് കോടതി പറഞ്ഞത് അയാളെ പേഴ്സണലായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് പറയണമെന്നാകണമെന്നില്ല. അയാൾക്ക് കാര്യം അമൃതാനന്ദമയി എന്ന അവിടുത്തെ സ്ഥാപനത്തിന്റെ അവിടുത്തെ ഒരു ഡിവോട്ടി എന്ന നിലക്ക് അയാൾക്ക് ഡിഫമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അയാള് അഗ്രീവ്ഡ് പേഴ്സണായിട്ട് കൂട്ടാം എന്ന് പറഞ്ഞു. പക്ഷെ ആ കേസ് കോഷ് ചെയ്തു ഓൺ അനദർ ഗ്രൗണ്ട്. വന്ന ഈ ഡിഫമേഷന് വരുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ, സപ്പോസ് ഇപ്പോ നമ്മള് ഒരാൾക്കെതിരായിട്ടുള്ള ഒരു ഡിഫമേറ്ററി മാറ്റർ ഒരു 4-5 പബ്ലിക്കേഷനിൽ വരുന്നെന്ന് കരുതുക. ഇപ്പൊ എല്ലാ പത്രത്തിലും വരുന്നെന്ന് കരുതുക. എല്ലാ പത്രത്തിലും അല്ലെങ്കിൽ വേറെ പ്രസിദ്ധീകരിച്ച് വെച്ചാൽ അതിൽ നിന്ന് പിക്ക് ആൻഡ് ചൂസ് ആയിട്ട് ഡിഫമേഷൻ കൊടുത്താൽ നിൽക്കൂല. അപ്പൊ ഓൾറെഡി ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നതാണ്, ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്, അത് സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് ആ ബുക്ക്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ കോടതി അവർക്കെതിരായിട്ടുള്ള കേസ് കോഷ് ചെയ്തു. പക്ഷെ അതിനകത്ത് ഫൈൻഡിങ് ഇത് വന്നത് ഈ സം അഗ്രീവ്ഡ് പേഴ്സൺ എന്നുള്ളതിന്റെ ഡിസ്കഷനും ഫൈൻഡിങ്ങും വന്നിട്ടുണ്ട്. അത് റിപ്പോർട്ടർ ഡിസിഷനാണ്. പ്രകാശ് വേഴ്സസ് വന്ദന 2024 KHC 723. പിന്നെ പ്രസിദ്ധമായ മറ്റൊരു കേസുണ്ട്, കുശ്ബുവിന്റെ, സിനിമാ നടി കുശ്ബു ഉണ്ടല്ലോ, കുശ്ബു വേഴ്സസ് കന്യമാൾ. അത് 3 ജഡ്ജസ് ഡിസിഷനാണ് സുപ്രീം കോടതിയുടെ. അത് 2010 KHC 4300. 2010 KHC 4300. അത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പേഴ്സൺ അഗ്രീവ്ഡ് എന്നുള്ളത് കിട്ടും. പിന്നെ ഡിഫമേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ അത് കൂടുതൽ പഠിക്കും. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വരുന്ന ഒരു ഡെഫിനിറ്റ് ക്ലാസ് ഓഫ് പേഴ്സണെ വെച്ചാല് ഇതൊരു സംഘടനയ്ക്ക് എന്ന രൂപത്തിൽ അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ
അതിന് ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഡിഫമേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഡിഫമേഷന്റെ കേസ് എടുക്കണമെങ്കിൽ അവിടെ കംപ്ലൈന്റ് ഷുഡ് ബി mooted ബൈ ദി പേഴ്സൺ അഗ്രീവ്ഡ് ഓഫ് ദാറ്റ് ഒഫൻസ് ആണ്. പിന്നെ അടുത്തതിൽ പറയുന്നത് അത് പേഴ്സൺ അഗ്രീവ്ഡ് എന്നുള്ളത് മൈനറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസബിലിറ്റി ഉള്ളതാണെങ്കിൽ വിത്ത് ദ ലീവ് ഓഫ് ദ കോർട്ട് കോടതിക്ക് കൊടുക്കാം. അവിടെ നമ്മൾ നേരത്തെ പഠിച്ചതിനകത്ത് ഒരു കാര്യം പഠിച്ചിരുന്നു, അതായത് ചൈൽഡിന്റെ കേസിൽ വരുമ്പോൾ സപ്പോസ് ഇഫ് a legal guardian has already been appointed by an authority concerned and the person who has moved the complaint is not that guardian, then what is to be done by the court? അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ആ ഗാർഡിയന് ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മാത്രമേ ലീവ് സാങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്പൊ നെക്സ്റ്റ് ക്ലോസ് 2 ആണ്. ക്ലോസ് 2 ഒന്ന് വായിക്കുവാൻ ഭാഗ്യലക്ഷ്മി ഒന്ന് വായിക്കാവോ? കുഴപ്പമില്ലല്ല. വായിച്ചോളൂ. Clause 2. Notwithstanding anything contained in the Sanhita, when any offence falling under section 356 of the Bharatiya Nyaya Sanhita 2023 is alleged to have been committed against a person who at the time of such commission is the President of India, the Vice President of India, the Governor of a state, the Administrator of a Union Territory, or a Minister of the Union, or of a state or of a Union Territory, or any other public servant employed in connection with the affairs of the Union or of a state in respect of his conduct in the discharge of his public functions, a court of session may take cognizance of such offence without the case being committed to it upon a complaint in writing made by the public prosecutor. ഇതെന്ന് പറയുന്നത് ചില കാറ്റഗറി ഓഫ് പേഴ്സൺസിന്റെ അവരെ ഡിഫമേറ്ററി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു രീതിയാണ്. സാധാരണഗതിയിൽ ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ അഗ്രീവ്ഡ് പേഴ്സൺ കൊടുക്കണമെന്നാണ് ക്ലോസ് 1 പറയുന്നത്. ഇവിടെ പിന്നെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, ദി അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എ യൂണിയൻ ടെറിട്ടറി, എ മിനിസ്റ്റർ ഓഫ് യൂണിയൻ or state or union territory, or any other public servant employed in connection with the affairs of union or state in respect of his conduct in the discharge of his public function, a court of session may take cognizance such offence without the case being committed to it upon a complaint in writing by public prosecutor. മനസ്സിലായില്ലേ? അതായത് ഒരു ഡ്യൂട്ടി ചെയ്തിരിക്കുന്ന വഴി ഒരു പബ്ലിക് സർവന്റിനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ കാറ്റഗറിപ്പെട്ട ആൾക്കാരെയോ എന്തെങ്കിലും ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അവർ നേരിട്ടല്ല കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. അവിടെ ആര് കൊടുക്കണം കംപ്ലൈന്റ് കൊടുക്കേണ്ടത്? പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. എവിടെ കൊടുക്കണം? നേരത്തെ പറഞ്ഞ കേസിൽ കൊടുക്കേണ്ടതൊക്കെ ബിഫോർ ദി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആണ്, അവിടെയാണ് കൊടുക്കേണ്ടത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ദി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് സോ ആൻഡ് ദ പബ്ലിക് സർവന്റ് ഇൻ ദ ഐദർ ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ, and if there is a circumstance in which a complaint for the offence under section 356 BNS to be filed, that should be filed by the public prosecutor. എവിടെ കൊടുക്കേണ്ടത്? ബിഫോർ ദി കോർട്ട് ഓഫ് സെഷൻ. എങ്ങനെയാണ്? വിത്തൗട്ട് ബീയിങ് കമ്മിറ്റഡ്. നമ്മൾ നേരത്തെ 193 പഠിച്ചത്. 193 പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു കോർട്ട് ഓഫ് സെഷൻ മേ ടേക്ക് കോഗ്നിസൻസ് അൺലെസ് അതർവൈസ് എക്സ്പ്രസ് പ്രൊവൈഡഡ് വിത്തൗട്ട് ബീയിങ് കമ്മിറ്റഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കോർട്ട് ഓഫ് സെഷൻ കോഗ്നിസൻസ് എടുക്കാം. ബിക്കോസ് എന്താണ്? ഇറ്റ് ഈസ് എക്സ്പ്രസ്ലി സ്റ്റേറ്റഡ് ദാറ്റ് എ കോർട്ട് ഓഫ് സെഷൻ മേ ടേക്ക് കോഗ്നിസൻസ് വിത്തൗട്ട് ബീയിങ് കമ്മിറ്റഡ് ടു ദി കോർട്ട് ഓഫ് സെഷൻ. അപ്പോൾ കംപ്ലൈന്റ് എവിടെയാ കൊടുക്കേണ്ടത്? ശ്രദ്ധിച്ചോളണം. ഓൾ അതർ ഡിഫമേഷൻ കേസിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടത് എവിടെയാണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിലാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ സർക്കംസ്റ്റൻസ് വിച്ച് ഈസ് സ്റ്റേറ്റഡ് ക്ലോസ് 2 ഓഫ് 222 222 ക്ലോസ് 2 അതിലാണെങ്കിൽ നോർമലി ദ കംപ്ലൈന്റ് ഇൻ റൈറ്റിംഗ് ബൈ ദ പബ്ലിക് പ്രോസിക്യൂട്ടർ ടു ബി ഫൈൽഡ് ബിഫോർ ദി കോർട്ട് ഓഫ് സെഷൻ ഡയറക്ട്ലി
വിത്തൗട്ട് കമ്മിറ്റിലാണ്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെ കോർട്ട് ഓഫ് സെഷനിൽ കംപ്ലൈന്റ് കൊടുത്താൽ അതിന്റെ ട്രയൽ എങ്ങനെ പോകും? വെദർ ഇറ്റ് ഈസ് എ സെഷൻസ് ട്രയൽ, വെദർ ഇറ്റ് ഈസ് എ വാറന്റ് ട്രയൽ, വെദർ ഇറ്റ് ഈസ് എ സമ്മറി ട്രയൽ. അപ്പോ നമ്മള് 260 BNSS എടുത്ത് 260 എന്താണ് എടുത്തോ? 260 BNSS procedure in cases instituted under subsection 2 of section 222. എന്താ പറഞ്ഞിരിക്കണേ? A court of session taking cognizance of an offence under subsection 2 of section 222 shall try the case in accordance with the procedure for trial of a warrant cases instituted otherwise than a police report before a court of magistrate. എന്താ മനസ്സിലായ? അതായത് 222 പ്രകാരം ഉള്ള ഒഫൻസില് പബ്ലിക് പ്രോസിക്യൂട്ടർ കോർട്ട് ഓഫ് സെഷൻ അന്യായം ഫൈൽ ചെയ്താൽ പ്രൊസീജിയർ എങ്ങനെ പോകണം? വാറണ്ട് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അതർവൈസ് ദാൻ ഓൺ എ പോലീസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാറണ്ട് കേസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതർവൈസ് ദാൻ എ പോലീസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലൈന്റ് കേസ്. പ്രൈവറ്റ് കംപ്ലൈന്റ്. നമ്മൾ പറയുന്ന പ്രൈവറ്റ് കംപ്ലൈന്റ്. ആ പ്രൈവറ്റ് കംപ്ലൈന്റിലെ വാറന്റ് ട്രയലാണ് അവിടെ പ്രൊസീഡ് ചെയ്യേണ്ടത്. മനസ്സിലായ? സെഷൻസ് ട്രയൽ അല്ല. ശ്രദ്ധിച്ചോളൂ. അപ്പൊ ക്വസ്റ്റ്യൻ വരികയാണ്. എന്താ വരുന്നത്? when a defamation case is filed before a court of session with respect to a public servant, which is the procedure for trial is to be complied. താഴെ കൊടുക്കുകയാണ് സെഷൻസ് ട്രയല്, സമ്മറി ട്രയല്, വാറന്റ് ട്രയല് എന്ന് കൊടുക്കുന്നു. അപ്പൊ ഏത് എഴുതും നമ്മള്? വാറന്റ് ട്രയലാണ്. ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ പോലീസ് ചാർജ് വാറന്റ് ട്രയലും പ്രൈവറ്റ് കംപ്ലൈന്റ് വാറന്റ് ട്രയലും പ്രൊസീജിയർ രണ്ടാണ്. അത് നമ്മൾ വരാൻ പോകുന്നതേ ഉള്ളൂ അങ്ങോട്ട്. അപ്പൊ ഇപ്പൊ അത്രയും മനസ്സിലാക്കിയിരിക്കുക. ഡിഫറൻസ് ഉണ്ട് അതിനകത്ത്. അതായത് സമൻസ് ട്രയല്, വാറന്റ് ട്രയല്, അങ്ങനെയാണ് ട്രയലിന്റെ ഡിവിഷൻ വരുന്നത്. സമൻസ് ട്രയൽ, വാറന്റ് ട്രയൽ, പിന്നെ സമ്മറി ട്രയൽ. അതുകൊണ്ട് ഈ മൂന്നുമാണ് വരുന്നത്. അപ്പൊ സമ്മറി ട്രയൽ എന്ന് പറയുമെങ്കിലും സമ്മറി ട്രയലിൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സമൻസ് ട്രയലാണ്. അപ്പൊ പ്രൊസീജിയർ വൈസ് രണ്ടെണ്ണമാണ്, സമൻസ് ട്രയലും വാറന്റ് ട്രയലും. സമ്മറി ട്രയലിൽ സമൻസ് ട്രയലാണ് ഫോളോ ചെയ്യുന്നത്. വാറന്റ് ട്രയലിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഏതാണ്? പോലീസ് റിപ്പോർട്ടിന്റെ വാറന്റ് ട്രയലും ഉണ്ട്, പ്രൈവറ്റ് കംപ്ലൈന്റ് വാറന്റ് ട്രയൽ. ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് വരാം. അപ്പൊ ഇവിടെ ഫോളോ ചെയ്യണ ഏതാണ്? പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ വാറന്റ് ട്രയലാണ്. ഏതാണ്? പിന്നെ ഈ കേസില് പിന്നെ കോർട്ട് ഓഫ് സെഷനില് പിന്നെ പ്രൊസീഡ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? വേണം നമുക്ക് അതൊന്ന് വായിച്ചത് പോകാം അല്ലേ? എന്തായാലും അത് കണക്റ്റഡ് ആയതുകൊണ്ട് അതൊന്ന് വായിച്ചു പോകാം. Provided that a person against whom an offence is alleged to have been committed shall, unless the court of session for the reasons to be recorded or otherwise directed, be examined as a witness for the prosecution. അതായത് ഈ പറഞ്ഞ ആളെ വിസ്തരിക്കണമല്ലോ. അതായത് ഡിഫമേഷൻ നടന്നിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അല്ല, മറ്റേ ആൾക്കാണ് അല്ലേ? അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞത്? പേഴ്സൺ അഗേൻസ്റ്റ് whom an offence is alleged to have been committed unless the court of session for reasons to be recorded otherwise directed. വേണ്ട എന്ന് കോടതി തീരുമാനിച്ചാൽ വേണ്ട, അല്ലെങ്കിൽ വിസ്തരിക്കണം. നോർമലി വിസ്തരിക്കേണ്ടി വരും. കാരണം ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ 356 നിങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കും. അതിനകത്ത് സാധാരണ ഒരു സിവിൽ ഡിഫമേഷനും ഒരു ക്രിമിനൽ ഡിഫമേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഡിഫമേഷനില് നമ്മൾ ക്രിമിനലായിട്ട് വരുമ്പോ എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് ടു ബി കൺസിഡേർഡ് ഈസ് ദാറ്റ് വെദർ
the alleged defamatory statement lowered the reputation of a person in the mind of the other people എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഡിഫമേഷൻ പറഞ്ഞാൽ നിൽക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ഈസ് ആ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മനസ്സിൽ അയാളെ കുറിച്ച് മോശം വിചാരം ഉണ്ടാക്കി എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് കോടതി ഡയറക്റ്റ് ചെയ്തില്ല എങ്കിൽ അയാളെ വിസ്തരിക്കേണ്ടതായിട്ട് വരും. ഇനി every trial under the shall be held in camera if either party there to so deserve or court thinks so to do. അല്ല, അത് ആ കോടതി ഡയറക്റ്റ് ചെയ്താൽ വരണമെന്നാണ് പറയണത്. നോർമലി വരേണ്ട കാര്യമില്ല. പക്ഷെ എന്തെങ്കിലും പോയിന്റ് പ്രൂവ് ചെയ്യേണ്ടി വന്നാൽ അത് വരേണ്ടി വരും. പിന്നെ അവിടെ വേറൊരു കാര്യമുണ്ട്. അവിടെ കംപ്ലൈന്റ് ഫയൽ ചെയ്യണത് ആരാണ്? പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. കംപ്ലൈനന്റ് എന്ന കപ്പാസിറ്റി പബ്ലിക് പ്രോസിക്യൂട്ടർക്കാണ് ഉള്ളത് അല്ലെ? അപ്പൊ നോർമലി വരേണ്ട കാര്യമില്ല. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിമിനൽ കേസിന്റെ ബർഡൻ ഓഫ് പ്രൂഫിന്റെ പ്രിൻസിപ്പിൾ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കോടതിക്ക് അദ്ദേഹത്തോട് വരാൻ ആവശ്യപ്പെടാൻ വേണമെങ്കിൽ. പ്രസിഡന്റിന്റെ കാര്യത്തിൽ ചിലപ്പം അങ്ങനെ പറയണമെന്നില്ല. പക്ഷെ അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണല്ലോ. പബ്ലിക് സർവന്റിനും വരുമല്ലോ ഇത്. ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ഡിസ്ചാർജിങ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടി ആണെങ്കിൽ പബ്ലിക് സർവന്റിന് ഈ പ്രൊട്ടക്ഷൻ ഉണ്ട്. യൂണിയനോ അല്ലെങ്കിൽ സ്റ്റേറ്റിലോ വരും. Then അടുത്തത്, in any such case the court discharge or acquit all or any of the accused is of opinion that there was no reasonable cause for making the accusation against them or any of them, it may by its order of discharge or acquittal direct the person against whom the offence is alleged to have been committed other than the president, vice president, governor of the state administrative union territory to show cause why he should not pay compensation to such accused or each any of such accused where there are more than one. അതായത് അങ്ങനെ കേസ് കൊടുത്ത് ഒരു ഫാൾസ് അക്യൂസേഷൻ ആണെങ്കിൽ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഗവർണറോ മറ്റ് യൂണിയൻ ടെറിട്ടറി ഭാരവാഹി അല്ലാത്ത ആൾക്കാരുടെ കേസിൽ പ്രതിയെ അനാവശ്യമായിട്ടാണ് ചേർത്തതെങ്കിൽ അവർക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് കോടതിക്ക് നോട്ടീസ് അയക്കാം. അങ്ങനെ ഒരു പ്രൊവിഷൻ CRPC ഉണ്ട്. വേറെ CRPC അങ്ങനെ ഓർമ്മയുണ്ട്. ഏതാ പ്രൊവിഷൻ അറിയാവോ? പഴയ CRPC മലീഷ്യസ് പ്രോസിക്യൂഷൻ വേറെയാ. CRPC തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ഒരാളെ ഒരു ഫാൾസ് ആയിട്ട് അക്യൂസേഷൻ നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ഒരു പ്രൊവിഷൻ CRPC-യിലുണ്ട്. ആർക്കെങ്കിലും പറയാമോ? പഴയ സെക്ഷൻ 250 ആണത്. ഇപ്പോഴത്തെ 273 കോമ്പൻസേഷൻ ഫോർ റോങ്ഫുൾ അക്യൂസേഷൻ. പഴയ 250 ആണ്. 250 കോമ്പൻസേഷൻ എന്ന് പറയുമായിരുന്നു. അതായത് ഇത് 273 ആണ്. അങ്ങനെ പ്രൊവിഷൻ CRPC-യിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം, പഠിക്കാം. അപ്പൊ ഇവിടെ തന്നെ പറയുന്നുണ്ട് അത്. പിന്നെ റോങ്ഫുൾ അക്യൂസേഷൻ ആണെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ. പിന്നെ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. എല്ലാ കേസിലും ബാധകമല്ല. എവിടെയാണ് പിന്നെ എല്ലാ കേസിലും ബാധകമല്ല. അത് ശ്രദ്ധിച്ചോളണം. അതായത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഗവർണറോ അഡ്മിനിസ്ട്രേറ്റർ യൂണിയൻ ടെറിട്ടറിയോ ഇവർ ഒഴികെ ബാക്കി വരുന്നവരുടെ കേസ് മാത്രമേ അത് ബാധകമാവുള്ളൂ. ഏതാ ബാധകമുള്ളൂ? ടു ഷോ കോസ് വൈ ഹി ഷുഡ് നോട്ട് പേ കോമ്പൻസേഷൻ ടു സച്ച് അക്യൂസ്ഡ് ഓർ ഈച്ച് ഓഫ് ദ. അപ്പോൾ പ്രതികൾക്കെതിരായ പ്രതികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള നോട്ടീസ് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ദ കോസ് ഷാൽ റെക്കോർഡ് ആൻഡ് കൺസിഡർ എനി കോസ് which may be shown by the person so directed, and if it is satisfied that there was no reasonable cause for making accusation, it may for the reasons to be recorded make an order the compensation to such amount not exceeding 5,000 rupees. It may determine be paid by such person to the accused, each of or any of them.
അതിന്റെ എമൗണ്ട് പറയുന്നുണ്ട് 5,000 rupees ആണ് പറയുന്നത്. Then compensation awarded under section 4 shall be recorded as if it were a fine imposed by. നമ്മൾ ഇനി കോമ്പൻസേഷന്റെ റിക്കവറി ഫൈൻ പഠിക്കും, അന്നേരം പഠിക്കും. അത് ശ്രദ്ധിച്ചു കൊള്ളണം. എവരി കോമ്പൻസേഷൻ ടു ബി awarded under the provisions of the Sanhita is to be recovered as if it is a fine. മനസ്സിലായില്ലേ? കോമ്പൻസേഷൻ ആസ് ഇഫ് ഇറ്റ് ഈസ് എ ഫൈൻ ആയിട്ടാണ് റിക്കവർ ചെയ്യണത്. Then no person who has been directed to pay compensation under subsection 4 shall, if by reason of such order, be exempted from civil or criminal liability in respect to the complaint made under this section. അപ്പോൾ ഈ സെക്ഷൻ പ്രകാരം കോമ്പൻസേഷൻ കൊടുത്തു വന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ മലീഷ്യസ് പ്രോസിക്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ അത് എക്സംഷൻ കിട്ടത്തില്ല. പക്ഷേ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ എമൗണ്ട് അവിടെ സിവിൽ കോമ്പൻസേഷനിൽ അത് ഡിഡക്ട് ചെയ്യണം. ഇതൊക്കെ ജനറൽ പ്രിൻസിപ്പിളാണ് വരുന്നത്. പിന്നെ കോമ്പൻസേഷൻ ദ പേഴ്സൺ ഹു ഹാസ് ബീൻ ഓർഡേർഡ് സബ്സെക്ഷൻ 4 കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞാൽ ഹി മേ അപ്പീൽ ഫ്രം ദ ഓർഡർ ഇൻ സോ ഫാർ ആസ് റിലേറ്റ്സ് ടു ദി പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ടു ഹൈക്കോർട്ട്. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം. ഓർഡർ ഓഫ് പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ടു അക്യൂസ് പേഴ്സൺ ഈസ് മെയ്ഡ്. കോമ്പൻസേഷൻ ഷാൽ നോട്ട് ബി പെയ്ഡ് ടു ഹിം ബിഫോർ ദ പീരീഡ് ഓർ ഫോർ ദ പ്രസന്റേഷൻ ഓഫ് ദ അപ്പീൽ. അപ്പീലിന്റെ പീരീഡ് കഴിയുന്നവരെ അത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പീൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അപ്പീൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഇപ്പം നമ്മൾ നേരെ തിരിച്ച് 222 വരിക. അപ്പൊ ഇവിടെ പറഞ്ഞെന്താന്ന് വെച്ചാൽ അതിന്റെ പ്രൊസീജിയർ ഓർത്തോളണം. പ്രൊസീജിയർ ഇവിടെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു സെഷൻസ് ട്രയൽ ആണെന്ന് തോന്നരുത്. അവിടെ സെഷൻസ് കോടതിയാണ് ട്രയൽ നടത്തുന്നതെങ്കിലും നടത്തേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയിലെ പ്രൈവറ്റ് അന്യായത്തിന്റെ വാറന്റ് ട്രയൽ പ്രൊസീഡിങ്സ് ആണ്. And there is difference between the trial, summons trial and warrant trial in a private complaint. And there is difference between private case warrant trial and police charge case warrant trial. അത് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇത് വരുന്നത് ശ്രദ്ധിച്ചോളണം. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് നേരത്തെ. ഈ ഡിഫമേഷൻ സാധാരണ ഡിഫമേഷൻ മാറ്റർ കൊടുക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയിലാണ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അവിടെ വന്നു കഴിഞ്ഞാല് അതെന്ത് ട്രയൽ ആയിരിക്കും? മജിസ്ട്രേറ്റ് കോടതിയിൽ വരുന്നത്. മജിസ്ട്രേറ്റ് കോടതിയില് ഡിഫമേഷൻ കേസ് വന്നാല് അത് ഏത് പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് അതിന്റെ ട്രയൽ വരേണ്ടത്? ഏതാ? അല്ല, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകാതെ പറയാലോ. അങ്ങോട്ട് പോകാതെ പറയാം. സമ്മറി ട്രയൽ സർ. സമ്മറി ട്രയൽ. വാറന്റ് ട്രയൽ സർ. വാറന്റ് ട്രയലാണ്. $250, $350 പണിഷ്മെന്റ് എത്രയാ? അല്ല, അതിന്റെ സബ്സ്റ്റാൻറ്റീവ് സെന്റൻസ് എത്രയാന്ന് പറയൂ. 2 years ആണ്. അപ്പൊ ഏത് ട്രയലാ വരണ്ടേ? നമ്മൾ ആ ഭാഗം പഠിച്ചിട്ടില്ല, എന്നാലും നിങ്ങള് പ്രാക്ടിക്കലി അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. സമ്മറി ട്രയൽ അല്ലേ സർ? സമ്മറി ട്രയൽ അല്ല, അവിടെ സമ്മറി ട്രയൽ അല്ല വരുന്നത്, സമൻസ് ട്രയൽ ആണ്. അതായത് ജനറലി ഞാൻ പറയില്ലേ, ട്രയലിനെ പ്രൊസീജിയർ അനുസരിച്ച് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കണേ. സമൻസ് ട്രയലും വാറന്റ് ട്രയലുമാണ്. ശരിയല്ലേ? സമ്മറി ട്രയൽ വേറൊരു പ്രൊസീജിയറാണ്. ആ സമ്മറി ട്രയൽ ആണെങ്കിലും ആ സമ്മറി ട്രയലില് പ്രൊസീജിയർ എന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സമ്മറി ട്രയലിൽ എങ്ങനെ ട്രയൽ നടത്തണ്ടേ? സമ്മറി ട്രയൽ എന്ന് പറയുന്നത് പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ജനറൽ ടേം ആണത്, സമ്മറി ട്രയൽ.
ആ സമ്മറി ട്രയലിലെ പ്രൊസീജിയർ എന്തുവാ? ട്രയൽ നടത്തുന്ന പ്രൊസീജിയർ ആണ് ഈ പറഞ്ഞത്. സമൻസ് ട്രയലും വാറണ്ട് ട്രയലും. സമ്മറി ട്രയലിലെ പ്രൊസീജിയർ എന്തുവാ? സമ്മൻസ് ട്രയലാണ്. മനസ്സിലായില്ലേ? അത് നമ്മളത് പഠിച്ചിട്ടില്ല, പഠിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചെന്നാൽ, നിങ്ങൾ കോടതിയിൽ ST എന്ന നമ്പർ ഇടൂല്ലേ? ST CC എന്ന് പറഞ്ഞാൽ എന്തുവാ? കലണ്ടർ കേസ്. ST എന്ന് പറഞ്ഞാൽ എന്താ? സമ്മറി ട്രയലാണ്. ആ സമ്മറി ട്രയൽ എന്ന് പറയുന്നത് അതിനകത്ത് പണിഷ്മെന്റിന്റെ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ആ സമ്മറി ട്രയൽ കേസായിട്ട് ഒരു കേസ് സമ്മറി ട്രയലായിട്ട് എടുത്താൽ അവിടെ സ്വീകരിക്കേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് സമൻസ് ട്രയലാണ്. മനസ്സിലായില്ലേ? സമ്മറി ട്രയൽ എന്ന് പറഞ്ഞ പ്രൊസീജിയർ അല്ല. ആ സമ്മറി ട്രയലിലെ അക്യൂസിനെ ട്രൈ ചെയ്യുന്ന രീതി എന്താണ്? സമൻസ് ട്രയലാണ്. അത് അതിന് ആ സെക്ഷനിൽ പറയുന്നുണ്ടത്. അപ്പൊ ഒരു കേസ് സമൻസ് ട്രയൽ ആണോ വാറണ്ട് ട്രയൽ ആണോ എന്ന് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ പണിഷ്മെന്റ് 2 വർഷം വരെയുള്ള കേസുകളിലാണ് സമൻസ് ട്രയൽ വരുന്നത്. അതിന് മുകളിലാണ് വാറണ്ട് ട്രയൽ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഡിഫമേഷൻ ഏത് പ്രൊസീജിയർ ആണ്? സമൻസ് ട്രയലാണ്, വാറണ്ട് ട്രയൽ അല്ല. കേട്ടല്ലോ? പക്ഷേ അത് 222 ക്ലോസ് 2 വരുമ്പോ അത് എന്തായിട്ട് മാറി? അത് പ്രൈവറ്റ് വാറണ്ട് ട്രയലായി. നമ്മൾ ഇങ്ങനെ ഈ പ്രൈവറ്റ് വാറണ്ട് ട്രയൽ ഒന്നും ഇതിനകത്ത് എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രൈവറ്റ് കംപ്ലൈന്റ് ഒന്നും അല്ല ഇതിനകത്ത് വേർഡ് യൂസ്ഡ്. നമ്മൾ അതായത് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അതർവൈസ് ദാൻ പോലീസ് റിപ്പോർട്ട് എന്നാ പറയുന്നത്. അതാണ് പ്രൈവറ്റ് കംപ്ലൈന്റ് നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നത്. അപ്പൊ നമ്മളെ എളുപ്പത്തിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈവറ്റ് വാറണ്ട് ട്രയൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലാംഗ്വേജ് ഒന്നും ഇല്ല. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, പ്രൈവറ്റ് വാറണ്ട് ട്രയലാണ് ആ പ്രൊസീജിയറിൽ. എന്നാൽ other case, the defamation matter in the magistrate court, the trial to be followed as a summons trial. കേട്ടോ? സമൻസ് ട്രയലിന്റെ പ്രത്യേകത എന്താ? സമൻസ് ട്രയലിൽ when the accused appear, on appearance of the accused, substance of accusation shall be read over. അങ്ങനെ സബ്സ്റ്റൻസ് ഓഫ് അക്യൂസിഷൻ റെഡ് ഓവർ ചെയ്താൽ എന്ത് തുടങ്ങിയെന്ന അർത്ഥം? ട്രയൽ തുടങ്ങിയെന്ന അർത്ഥം. മനസ്സിലായില്ലേ? മറ്റതിൽ അങ്ങനെയല്ല. വാറണ്ട് ട്രയൽ അങ്ങനെയല്ല. പോലീസ് ചാർജ് വാറണ്ട് ട്രയൽ വ്യത്യാസമുണ്ട്, പ്രൈവറ്റ് വാറണ്ട് ട്രയൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് പിന്നെ പഠിക്കാം ഡീറ്റെയിൽ. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അത് ഓർത്തോളണം. ഈ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും വന്നാൽ തെറ്റിപ്പോകരുത്. ഡിഫമേഷൻ ജനറൽ ഡിഫമേഷനിലാണ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ട്രയൽ മജിസ്ട്രേറ്റ് ആണ്, സമൻസ് ട്രയലാണ് ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ ഈ പറഞ്ഞ വ്യക്തികളുടെ കാര്യത്തിലുള്ള അവർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയാണ് കേസ് വരുന്നതെങ്കിൽ അവിടെ കംപ്ലൈന്റ് കൊടുക്കേണ്ടത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇൻ റൈറ്റിംഗ് ആണ്. എവിടെയാണ് കൊടുക്കേണ്ടത്? കോർട്ട് ഓഫ് സെഷനിലാണ്. കോർട്ട് ഓഫ് സെഷനിൽ നമ്മൾ നേരത്തെ പിടിച്ച പഴയ 193, ഇപ്പോഴത്തെ 223 അല്ലേ? ഇപ്പോഴത്തെ 213 അനുസരിച്ചിട്ട് കമ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 213 പറയുന്നത്. ഒരു വാക്കുകൂടെ പറയുന്നുണ്ട് അവിടെ, നമ്മളത് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു. അതായത് എക്സെപ്റ്റ് ആസ് അതർവൈസ് എക്സ്പ്രസ്ലി പ്രൊവൈഡഡ് ബൈ ദി സംഹിത. മനസ്സിലായി? ഇവിടെ എക്സ്പ്രസ്ലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്? വിത്തൗട്ട് കമ്മിറ്റൽ ദ കോർട്ട് ഓഫ് സെഷൻ മേ ഡയറക്ട്ലി ടേക്ക് കോഗ്നിസൻസ്. ഓക്കെ, ദെൻ 3 വരുമ്പം എന്താണ്? every complaint referred to subsection 2 shall set forth the facts which constitute the offence alleged, the nature of such offence, and such other particulars as are reasonably sufficient to give notice to the accused of the offence alleged to have been committed by him. ജനറൽ പ്രിൻസിപ്പിളാണ്. പ്രതിക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അതെല്ലാം സെറ്റ് ഔട്ട് ചെയ്യണം. അത് സെറ്റ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിഫമേഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കും. ഡിഫമേഷനിൽ അന്യായം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആസച്ച് അതിനകത്ത് റീപ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. അതായത് എടുത്തെഴുതി ഇന്ന പോലെ പറഞ്ഞു എന്നല്ല, പറഞ്ഞ കാര്യം അതേപോലെ തന്നെ അതിനകത്ത് എഴുതി ചേർക്കണം. അല്ലെങ്കിൽ കേസ് നിൽക്കത്തില്ല, കേസ് പോകും. Then 4, no complaint under subsection 2 shall be made by the public prosecutor except with the previous sanction of the state government.
Clause 1. In the case of a person who is or has been governor of that state or a minister of that government, in the case of any other public servant employed in connection with the affairs of the state, be central government in any other case. അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ സാങ്ഷൻ തുടങ്ങി പബ്ലിക് സർവന്റ് ഫയൽ ചെയ്യാൻ പറ്റും. അല്ലെ വെറുതെ പബ്ലിക് സർവന്റിന് തോന്നിയിട്ടൊരു റൈറ്റിംഗിൽ എഴുതി എന്നാൽ ഞാൻ നിലനിൽക്കത്തില്ല. Then no court of shall take cognizance. വീണ്ടും ബാർ വന്നു. എന്താണ് സബ്സ്റ്റൻസ്? Unless the complaint is made within 6 months. Within 6 months. ഈ ലിമിറ്റേഷൻ വരുന്നതൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. എന്താണ് 6 months? എപ്പോഴാണ്? ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഒഫൻസ് ഈസ് കമ്മിറ്റഡ്. അപ്പൊ അവിടെ ഒരു ലിമിറ്റേഷൻ പീരീഡ് പറഞ്ഞു. ഇവിടെ 6 മാസത്തിനുള്ളിൽ അത് ഫയൽ ചെയ്യണം, അന്യായം ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല. 6. Nothing in this section shall affect the right of the person against whom an offence alleged to have been committed to make a complaint in respect of offence before a magistrate having jurisdiction or the power of such magistrate to take cognizance of the offence upon such a complaint. അപ്പൊ എന്താ പറഞ്ഞത്? അതായത് ഈ ഒരു കേസിൽ ശരിക്കും 2 പ്രൊസീഡിങ്സ് നടത്താം. മനസ്സിലായില്ലേ? അതായത് ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വഴിയെ അന്യായം കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഏതാ 256 അനുസരിച്ചിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്യായം കൊടുക്കുന്നതിന് തടസ്സമില്ല. അപ്പൊ ഈ പ്രശ്നം ഇതൊന്നും വേണ്ട, കാര്യമില്ല. വ്യക്തിപരമായിട്ടും കൊടുക്കാം, അല്ലാതെയും കൊടുക്കാം. അപ്പൊ അത് ഓർത്തോളണം. ആ റൈറ്റ് അവിടെ ഉണ്ട്, ഈ റൈറ്റ് ഇവിടെ ഉണ്ട്. ഇതുള്ളത് കൊണ്ട് അതില്ലാതാകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോ അവിടുന്ന് ആ ക്വസ്റ്റ്യൻസ് വരാനുള്ള 1-2 അധികം പോയിന്റ്സ് അവിടെ വന്നു കഴിഞ്ഞു. അതെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ ഒന്നുകൂടെ നോക്കാം. അതായത് നോർമലി ഇവിടെ ഒരു കോഗ്നൈസൻസ് എടുക്കുന്ന ഒരു ബാറാണ് ഇവിടെ പറഞ്ഞത്. നോ കോർട്ട് ഷാൽ ടേക്ക് കോഗ്നൈസൻസ് പിന്നെ ഡിഫമേഷൻ മാറ്ററിലെ 2 തരത്തിലുള്ള പ്രൊസീഡിങ്സ് പറഞ്ഞു. മജിസ്ട്രേറ്റ് കോടതിയിലെ പ്രൊസീഡിങ്സ് ഉണ്ട്, പിന്നെ കോർട്ട് ഓഫ് സെഷൻ പ്രൊസീഡിങ്സ് ഉണ്ട്. കോർട്ട് ഓഫ് സാധാരണ നോർമലി അതൊരു ട്രയബിൾ ബൈ മജിസ്ട്രേറ്റ് ആണ് ജനറലി അതിന്റെ പണിഷ്മെന്റ് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അത് ചില കേസുകളിൽ കോർട്ട് ഓഫ് സെഷൻ കേസ് എടുക്കാം. കോർട്ട് ഓഫ് സെഷൻ കേസ് എടുക്കുമ്പോൾ 230 ബാർ അവിടെ വരുന്നില്ല. 230 അനുസരിച്ച് കമ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുണ്ട് കോർട്ട് ഓഫ് സെഷൻ മേ ടേക്ക് കോഗ്നിസൻസ് വിത്തൗട്ട് ദ കേസ് ബീയിങ് കമ്മിറ്റഡ്, but provided the complaint should be filed with the public prosecutor. But the public prosecutor shall take sanction from the government. In the case of സ്റ്റേറ്റ് ഉദ്യോഗസ്ഥരാണെങ്കിൽ സ്റ്റേറ്റിൽ എടുക്കണം, മറ്റേത് എടുക്കണം. പിന്നെ എന്താ, there is a limitation 6 months-നുള്ളിൽ കേസ് ഫയൽ ചെയ്യണം. മനസ്സിലായില്ലേ? കേസ് കോർട്ട് ഓഫ് സെഷൻ ഫയൽ ചെയ്താൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് പ്രൈവറ്റ് വാറണ്ട് ട്രയൽ ആയിരിക്കണം. പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ വാറണ്ട് ട്രയൽ ആയിരിക്കണം പ്രൊസീജിയർ എടുക്കേണ്ടത്. അത് ക്ലിയർ ആയല്ലോ? ഏതാണ് അവസാനത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല്, നമ്മൾ സാധാരണ ഇപ്പൊ അവർ വ്യക്തിപരമായിട്ട് അവർക്ക് മജിസ്ട്രേറ്റ് കൊടുത്ത് കേസ് കൊടുക്കാം. ഈ പ്രൊസീജിയർ വേണമെന്നില്ല. മനസ്സിലല്ലേ? ഇപ്പൊ പബ്ലിക് പ്രോസിക്യൂട്ടർ കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന് വെച്ചോളൂ. അവർക്ക് കേസ് കൊടുക്കണമെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുക്കാം. അതെ, അവരെ സംബന്ധിച്ച അതെ നമ്മുടെ ഈ 220 പറയുന്നത് ഈ ബാറുള്ളവരെ സംബന്ധിച്ചാണ്. മറ്റവർക്ക് നോർമലി മജിസ്ട്രേറ്റ് കോടതിയിലേ കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ സ്കോപ്പ് ഇല്ലല്ലോ. അപ്പൊ ഇവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തരത്തിൽ കൊടുക്കാം, ഈ പറഞ്ഞ വിധത്തിൽ കൊടുക്കാം, അവർക്ക് വ്യക്തിപരമായിട്ട് അവർക്ക് അവിടെയും കൊടുക്കാം. അതിന് തടസ്സമില്ല എന്നാണ്. അവിടെയും കൊടുക്കാന്നല്ല, തടസ്സമില്ല. അവരുടെ റൈറ്റിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മാത്രമേ കൊടുക്കാവൂ എന്ന് നിർബന്ധം ഇല്ല. ഇപ്പൊ സപ്പോസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഫെയിൽ ടു ലോഡ്ജ് എ കംപ്ലൈന്റ്, അപ്പൊ അവിടെ റൈറ്റ് പോകുന്നില്ല. ദേ ക്യാൻ ചൂസ് ദി അതർ ഫോറം. യെസ്, ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾ ഒന്നുകൂടി പോയി ശ്രദ്ധിച്ച് വായിക്കണം. കാരണം ഇത് കോഗ്നൈസൻസ് എടുക്കുന്നതിനുള്ള ബാറാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, പിന്നെ വരാനുള്ള വളരെ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതൊന്നുകൂടെ ഒന്ന് വായിച്ച് ഓരോ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. യെസ്, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ്
ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 16, കംപ്ലൈൻസ് ടു ദ മജിസ്ട്രേറ്റ്. അതായത് പഴയ 200 CRPC 200 ആണ്. ഇതിനകത്ത് ഈ 16ാമത്തെ ചാപ്റ്ററിൽ 223 മുതൽ 226 വരെ ഉള്ളൂ. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് കമൻസ്മെന്റ് ഓഫ് പ്രൊസീഡിങ്സ് ബിഫോർ ദ മജിസ്ട്രേറ്റ് ആണ്. അപ്പോ കംപ്ലൈൻസ് ടു ദ മജിസ്ട്രേറ്റ്. അപ്പൊ ഒന്ന് വായിക്കോ, സിഗ്മ ഒന്ന് വായിക്കോ. 223 Section 223. Examination of complainant. Subsection 1. A magistrate having jurisdiction while taking cognizance of an offence on complaint shall examine upon oath the complainant and the witnesses present, if any, and the substance of such examination shall be reduced to writing and shall be signed by the complainant and the witness and also by the magistrate, provided that no cognizance of an offence shall be taken by the magistrate without giving the accused an opportunity of being heard. Provided further that when the complaint is made in writing, the magistrate need not examine the complainant and the witnesses. Clause A. If a public servant acting or purporting to act in the discharge of his official duties or a court has made the complaint, or B. If the magistrate makes over the case for inquiry or trial to another magistrate under section 212, provided also that if the magistrate makes over the case to another magistrate under section 212 after examining the complainant and the witnesses, the later magistrate need not re-examine them. Subsection 2. A magistrate shall not take cognizance on complaint. Okay. ഇത് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന 200 ആണ്. ഇപ്പോൾ അതിന്റെ വേർഡിങ്ങിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. മുമ്പ് എ മജിസ്ട്രേറ്റ് ടേക്കിംഗ് കോഗ്നൈസൻസ് ഷാൽ എക്സാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ അവിടെ മാറ്റി വെച്ചത് മജിസ്ട്രേറ്റ് വയൽ ടേക്കിംഗ് കോഗ്നൈസൻസ് എന്നാക്കി മാറ്റി. അതായത് എ മജിസ്ട്രേറ്റ് ടേക്കിംഗ് കോഗ്നിസൻ ഒഫൻസ് ഓൺ കംപ്ലൈന്റ് ഷാൽ എക്സാമിൻ അങ്ങനെയായിരുന്നു. ഇപ്പൊ അതിൽ മജിസ്ട്രേറ്റ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ അവിടെ വ്യത്യാസം വരുത്തി. മുമ്പ് മജിസ്ട്രേറ്റ് ടേക്കിംഗ് കോഗ്നിസൻ എന്നായിരുന്നു. ഇപ്പോ മജിസ്ട്രേറ്റ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ വൈൽ ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് എന്നാക്കി മാറ്റി. അപ്പോൾ അതിന്റെ ഇപ്പോഴത്തെ ആ വ്യത്യാസം എന്താ വെച്ചാൽ ജൂറിസ്ഡിക്ഷനുള്ള മജിസ്ട്രേറ്റിനെ കോഗ്നിസൻ എടുക്കാൻ പറ്റുമെന്നാണോ അല്ലേ? അങ്ങനെ വന്നു. ഇപ്പോൾ മജിസ്ട്രേറ്റ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ വൈൽ ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് എന്നാക്കി. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാല് ഈ എന്താണ് ഈ കോഗ്നിസൻസ് എടുക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ഒരു സംശയം വരും. കാര്യം തൊട്ടടുത്ത് പറയുന്നു, നോ കോഗ്നിസൻസ് ആൻഡ് ഒഫൻസ് ഷാൽ ബി ടേക്കൺ ബൈ ദ മജിസ്ട്രേറ്റ് വിത്തൗട്ട് ഗിവിംഗ് ദി അക്യൂസ് ആൻ ഓപ്പർച്യൂണിറ്റി ബീയിങ് ഹേർഡ്. ഇത് പുതിയ പ്രൊവിഷനാണ്. മുമ്പ് ആ പ്രൊവിഷൻ ഇല്ലായിരുന്നു. കോഗ്നിസൻസ് എടുക്കുന്നതിന് മുമ്പ് പ്രതിയെ കേൾക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് മുമ്പത്തെ പ്രൊവിഷൻ CRPC ഇല്ലായിരുന്നു. ഇപ്പൊ BNSS എഴുതി അഡീഷണൽ വന്നതാണ്. അതിന്റെ അർത്ഥം വെച്ചാൽ പ്രതിക്ക് ഒരു അവസരം കൊടുക്കാതെ കോഗ്നിസൻസ് എടുക്കാൻ പാടില്ല. കോഗ്നിസൻസ് എടുക്കുന്ന എന്തിന്റെ പുറത്താണ്? കോഗ്നിസൻസ് എടുക്കുന്നത് കംപ്ലൈന്റ് പുറത്താണ്. കോഗ്നിസൻസ് എടുക്കുന്നത് കംപ്ലൈന്റ് പുറത്താണ്. അപ്പൊ എന്താണ് കോഗ്നിസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? നോർമലി ഒരു ഡൗട്ട് വരാവുന്ന ഒരു ഏരിയ ആണത്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള ഒരു നിയമപ്രകാരം പിന്നെ മുഴുവൻ സുപ്രീം കോടതിയുടെ ഡിസിഷൻസ് പ്രകാരം ഈ കോഗ്നിസൻസ് എടുക്കുന്നതിന് ആക്ച്വലി ഇതിനകത്തൊരു ഡെഫിനിഷൻ ഇല്ല. BNSS-ലും ഇല്ല, CRPC-ലും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ വരുന്നത് എന്താന്ന് വെച്ചെന്നാല് കോഗ്നിസൻസ് എടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞു വരുന്നത് മജിസ്ട്രേറ്റ് ആഫ്റ്റർ അപ്ലൈയിങ് ഹിസ് ജുഡീഷ്യൽ മൈൻഡ് വെദർ ഇറ്റ് ഈസ് ടു ബി ഡിസൈഡഡ് ടു ഗോ ഫർദർ under this chapter.
ഈ ചാപ്റ്റർ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു എങ്കിൽ കോഗ്നിസൻസ് എടുത്തു എന്ന് പറയാം. അതാണ് ഇപ്പോഴത്തെ ഒരു ഡെഫിനിഷൻ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ പെറൂസിങ് ദ കംപ്ലൈന്റ്, ആഫ്റ്റർ അപ്ലൈയിങ് ഹിസ് ജുഡീഷ്യൽ മൈൻഡ്, whether the magistrate decides to proceed further under this chapter. കുറച്ചുകൂടെ പോയാൽ 223 അനുസരിച്ചിട്ട് വാദിയെ വിസ്തരിക്കാൻ തീരുമാനിക്കുന്ന പ്രോസസ്സിനെയാണ് കോഗ്നിസൻസ് എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു മജിസ്ട്രേറ്റ് മുമ്പിൽ. കംപ്ലൈന്റ് മജിസ്ട്രേറ്റ് വായിച്ചു നോക്കിയിട്ട് മജിസ്ട്രേറ്റ് തീരുമാനിക്കുകയാണ് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ട കേസാണെന്ന് തീരുമാനിക്കുന്നു. മജിസ്ട്രേറ്റ് ഫോർവേഡ് ദ കംപ്ലൈന്റ് ടു ദി ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ അണ്ടർ സെക്ഷൻ 175(3), മുമ്പത്തെ 156(3). If that was done by the magistrate, it cannot be said to have taken cognizance. Cognizance എടുത്തില്ല എന്ന് പറയാം. And suppose the magistrate, after going through the complaint, the magistrate satisfied that no ingredient of the offense is stated in the complaint. After going through the complaint, magistrate feels that nothing is there, no criminal offense is made out. Then magistrate decided to reject the complaint. In that time also, it cannot be said that magistrate has taken cognizance. And suppose after going through the complaint, after applying his judicial mind, magistrate decides to examine the complaint or not, then it can be said that the magistrate took cognizance. ഞാൻ ഒരു ഇൻസ്റ്റൻസ് പറയാം. സപ്പോസ് സാർ ഒരു സംശയം, ഇത് പ്രൈവറ്റ് കംപ്ലൈന്റ് ആണ് അതാ ഉദ്ദേശിക്കുന്നത്? കംപ്ലൈന്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കംപ്ലൈന്റ് ആണ്. ആണ്. മറ്റേത് നമ്മൾ നേരത്തെ പഠിച്ചു കോഗ്നിസൻസ് എടുക്കുന്ന വിധം. എങ്ങനെയൊക്കെ കോഗ്നിസൻസ് എടുക്കാം? അപ്പോൾ 190 പിന്നെ ഏതാണ് 210 പ്രകാരം 3 തരത്തിൽ പറഞ്ഞല്ലോ നമ്മൾ. ഒന്ന് കംപ്ലൈന്റ്, ഒന്ന് പോലീസ് റിപ്പോർട്ട്, ഒന്ന് പിന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ. അപ്പോൾ അവിടെ പോലീസ് റിപ്പോർട്ടിലും എടുക്കാം. പോലീസ് റിപ്പോർട്ട് എങ്ങനെയാണ്? ആഫ്റ്റർ ഗോയിങ് ത്രൂ ദി കംപ്ലൈന്റ് മജിസ്ട്രേറ്റ് ഡിസൈഡ് ടു ഗോ ഫർദർ, എന്നിട്ട് തീരുമാനിക്കുന്നു, അത് ഫയലിലെടുത്തു, എന്നിട്ട് സമൻസ് ഇഷ്യൂ ചെയ്തു. അപ്പം കോഗ്നിസൻസ് എടുത്തു. പോലീസ് റിപ്പോർട്ട് നോക്കി കോടതി തീരുമാനിക്കുകയാണ്, പോലീസ് റിപ്പോർട്ട് കോടതി തീരുമാനിക്കുകയാണ് ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യന്റ്. അപ്പൊ ബിഫോർ ടേക്കിംഗ് കോഗ്നിസൻസ് ദ മജിസ്ട്രേറ്റ് ക്യാൻ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലോ. എന്താണ്? ഒന്നുകിൽ അത് റിട്ടേൺ ചെയ്തിട്ട് രണ്ടാമത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അത് വെച്ചിട്ട് കോഗ്നിസൻസ് എടുക്കാം. റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ കോടതിക്ക് ആ റെഫർ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യാം. എങ്ങനെ? വിത്തൗട്ട് ടേക്കിംഗ് കോഗ്നിസൻസ്. എന്നാൽ കോടതി പരിശോധിക്കുകയാണ്, റെഫർ റിപ്പോർട്ട് ആണെങ്കിലും കോടതി ആഫ്റ്റർ കൺസിഡറിംഗ് ദ മെറ്റീരിയൽസ്, കോർട്ട് thinks that there are materials against the accused, he can take cognizance. അതിനാണ് കോഗ്നിസൻസ് എടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ കോഗ്നിസൻസ് എടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ കാര്യം. പ്രൈവറ്റ് കംപ്ലൈന്റില് കോടതി വന്നു, ഇപ്പൊ ഉദാഹരണത്തിന് 4:30 മണിക്ക് കോടതിയിൽ അന്യായം ഫയൽ ചെയ്യുന്നു എന്ന് കരുതുക. കോടതി അത് പരിശോധിച്ചിട്ട് പിന്നെ ഇതൊരു മൊഴിയെടുക്കേണ്ട കേസാണ് എന്ന് കോടതിക്ക് തോന്നുന്നു. അപ്പോ അല്ലെങ്കിൽ വക്കീല് പറയുകയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ അയക്കണം, ഈ കേസ് ഇൻവെസ്റ്റിഗേഷൻ അയക്കണം. 173 ആൻസർ മേ കൈൻഡ്ലി ബി ഫോർവേഡ് ടു ദി SHO കൺസേൺഡ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ കോടതി വായിച്ചു നോക്കിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ട കേസല്ല, കോടതി തന്നെ എൻക്വയറി നടത്തേണ്ട കേസാണ്. അങ്ങനെ കോടതി അതിനകത്ത് എഴുതി കംപ്ലൈനന്റ് പ്രസന്റ് എന്ന് എഴുതിയിട്ട് ഫോർ ടേക്കിംഗ് സോൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞത്തേക്ക് വെക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വെക്കുന്നു. അപ്പോൾ മജിസ്ട്രേറ്റ് കോഗ്നിസൻസ് എടുത്തു കഴിഞ്ഞു. മജിസ്ട്രേറ്റ് ഹാസ് ടേക്കൺ കോഗ്നിസൻസ്. അതേസമയം അന്യായം വായിച്ചു നോക്കിയപ്പോൾ 5 മണിയായി, കാൾ ഓൺ എന്ന് പിറ്റേ ദിവസം വെക്കുന്നു.
കോഗ്നിസൻസ് എടുത്തിട്ടില്ല. എന്തുകൊണ്ടാ? മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ മൈൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനത്തില്ല. അടുത്ത ദിവസം ജുഡീഷ്യൽ മൈൻഡ് അപ്ലൈ ചെയ്ത് മൊഴിയെടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ കോഗ്നിസൻസ് എടുത്തു. ഇതാണ് ജനറലി കോഗ്നിസൻസ് എടുത്തു എന്നുള്ളതിന്റെ ഒരു ഇത്. അതിന് നിങ്ങൾ ഒരുപാട് ഡിസിഷൻസ് ഉണ്ട്. അതിന്റെ ബേസിക് ഡിസിഷൻ പിന്നെ ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വായിക്കുക. അത് RR ചാരിയാണ് അതിന്റെ ആദ്യത്തെ ബേസിക് കേസായിട്ട് പറയുന്നത്. അത് പിന്നെ ഒരുപാട് കേസിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1951 KHC ആണ്. 1951 KHC 241. പിന്നെ SK സിൻഹ ചീഫ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ വേഴ്സസ് വീഡിയോകോൺ 2008 പാർട്ട് 2 SCC സുപ്രീം കോടതി കേസാണ് 492. അതിന്റെ കറസ്പോണ്ടിങ് KHC സൈറ്റേഷൻ 2008 KHC 4247. അതിൽ ഈ കോഗ്നിസൻസ് എടുക്കുന്നത് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കുക. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇതിങ്ങനെ മനസ്സിലാക്കി വെക്കുക. അത് അതിനകത്ത് ചില ഈ അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ നിന്ന് ചില വേരിയേഷൻസ് ഇപ്പൊ വന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറയാം എന്താണെന്ന്. ഇപ്പൊ നമുക്ക് ആ പ്രൊവിഷൻ ഒന്നുകൂടെ വായിക്കാം. അടുത്തതിനകത്ത് പറയുന്നത് പ്രൊവൈഡഡ് ദാറ്റ് നോ കോഗ്നിസൻസ് ആൻഡ് ഒഫൻസ് ഷാൽ ബി ടേക്കൺ ബൈ ദ മജിസ്ട്രേറ്റ് വിത്തൗട്ട് ഗിവിംഗ് അക്യൂസ് ആൻ ഓപ്പർച്യൂണിറ്റി ബൈ ബീങ് ഹെയ്ഡ് എന്ന് പറഞ്ഞാൽ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അന്യായം കിട്ടി കഴിയുമ്പോൾ കോഗ്നിസൻസ് എടുക്കരുത്. എന്താണ്? പ്രതിക്ക് ഒരു നോട്ടീസ് കൊടുക്കണം, എന്നിട്ടേ കോഗ്നിസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രതി നോട്ടീസ് കിട്ടി ഹാജരായി എന്ന് കരുതുക. ഹാജരായിട്ട് എന്താ പ്രതിക്ക് പറയാൻ പറ്റുക? പ്രതിക്ക് പ്രതിയുടെ ഡിഫൻസ് പറയാൻ പറ്റുമോ? പ്രതിയുടെ ഡിഫൻസ് ഒന്നും അപ്പൊ പറയാൻ പറ്റൂല. പ്രതിക്ക് പറയാൻ പറ്റുന്നത് ഇപ്പൊ അന്യായം ആശ്രയിച്ച് വായിച്ചാൽ തന്നെ ഒരു ഒഫൻസ് നിൽക്കൂല എന്ന് പറയാം. അതുകൊണ്ട് കോഗ്നിസൻസ് എടുക്കരുതെന്ന് പറയാം. കോഗ്നിസൻസ് എടുക്കാതെ കോടതിക്ക് എന്താ ചെയ്യാൻ പറ്റുക? there is no provision in the code അല്ലെങ്കിൽ സംഹിത that what is the order to be passed before taking cognizance. ഇവിടെ പലയിടത്തും no court shall take cognizance, no court shall take cognizance എന്ന് പറയുന്നുണ്ട്. അപ്പൊ no court shall take cognizance എന്ന് പറഞ്ഞാൽ കോടതി എന്താ ചെയ്യേണ്ടതെന്ന് പറയണില്ല. അപ്പൊ ഇവിടെയും പറയുന്നു പ്രൊവൈഡ് ദാറ്റ് നോ കോഗ്നിസൻസ് ഷാൽ ബി ടേക്കൺ ബൈ ദ മജിസ്ട്രേറ്റ് വിത്തൗട്ട് ഗിവിംഗ് അക്യൂസ്ഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി ഹെയ്ഡ്. ഓപ്പർച്യൂണിറ്റി തന്നാൽ എന്താ ചെയ്യാൻ പറ്റുക? അത് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജഡ്ജ്മെന്റ് ലോ അനുസരിച്ചിട്ട് ദാറ്റ് കംപ്ലൈന്റ് ക്യാൻ ബി റിജക്റ്റഡ്. കാരണം കോഗ്നിസൻസ് എടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? കോഗ്നിസൻസ് എടുത്തിട്ടില്ല. ആ റിജക്ട് ചെയ്യാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ രാജു പുരുഷോത്തമന്റെ കേസാണ്. രാജു പുരുഷോത്തമൻ കംപ്ലൈന്റ് റിജക്ട് ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം ഡിസിഷൻ. ഞാൻ പറഞ്ഞുതരാം. കേരളയുടെ 2 ഡിസിഷൻ ഉണ്ട്, രാജു പുരുഷോത്തമൻ പിന്നെ കമല രാജാറാം. ഞാൻ പറഞ്ഞുതരാം. അപ്പോ പിന്നെ ഇനി അടുത്ത് നോക്കി
നോ കോസ്റ്റ് ഷാൽ ടേക്ക് കോഴ്സ് എന്ന് പറഞ്ഞു. അടുത്ത് നോക്കിയേ, പ്രൊവൈഡ് ഫർദർ ദാറ്റ് വെൻ ദ കംപ്ലൈന്റ് ഈസ് മെയ്ഡ് ഇൻ റൈറ്റിംഗ് ദ മജിസ്ട്രേറ്റ് നീഡ് നോട്ട് എക്സാമിൻ ദ കംപ്ലൈന്റ് ആൻഡ് വിറ്റ്നസ്. രണ്ട് കേസിലെ കംപ്ലൈന്റിന് വിസ്തരിക്കേണ്ട. ഏതൊക്കെയാണ് ആ കേസ്? ഒന്ന്, if the complaint is filed by a public servant in his capacity as a public servant. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഫുഡ് കേസൊക്കെ ഉണ്ടല്ലോ, ഫുഡ് ഇൻസ്പെക്ടർ കൊടുക്കുന്ന കേസുകൾ, അല്ലെങ്കിൽ മറ്റേ പ്രോവിഡന്റ് ഫണ്ട് ഇൻസ്പെക്ടർമാർ കൊടുക്കുന്ന പ്രോവിഡന്റ് ഫണ്ട് എൻഫോഴ്സ് ഓഫീസർമാരുണ്ട്. അവര് ഇപ്പൊ പ്രോവിഡന്റ് ഫണ്ടില് പിന്നെ വീഴ്ച വരുത്തി എന്ന് കൊണ്ട് കേസ് കൊടുക്കാം. GPF ജനറൽ പ്രോവിഡന്റ് ഫണ്ടിൽ അവരെല്ലാം പബ്ലിക് സർവന്റ് ആയിട്ടിരിക്കെ അവര് കോടതിയിൽ അന്യായം ഫയൽ ചെയ്താൽ, ഒരു പ്രൈവറ്റ് വ്യക്തി അന്യായം ഫയൽ ചെയ്യുമ്പോൾ വിസ്തരിക്കണമെന്ന് 223 പറഞ്ഞിരിക്കുന്നത് അതിന്റെ വിസ്തരിക്കേണ്ട കാര്യമില്ല. ഒന്നത്. രണ്ട്, ഇഫ് ദ മജിസ്ട്രേറ്റ് മേക്സ് ഓവർ ദ കേസ് ഫോർ എൻക്വയറി ടു അനദർ മജിസ്ട്രേറ്റ്. 212 പ്രകാരം ഒരു മജിസ്ട്രേറ്റ് വേറൊരു കോടതിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, മേക്ക് ഓവർ കൊടുക്കുകയാണെങ്കിൽ, അപ്പോഴും വാദിയെ വിസ്തരിക്കേണ്ട കാര്യമില്ല. അപ്പൊ രണ്ട് കേസില് 223 അനുസരിച്ചിട്ട് വാദിയെ വിസ്തരിക്കാതെ തന്നെ പിന്നെ കോടതിക്ക് മുന്നോട്ട് പോകാം, കോഗ്നിസൻസ് എടുത്ത് മുന്നോട്ട് പോകാം. ഏതൊക്കെയാണ് കേസ്? ഒന്ന്, if the complaint is filed by a public servant in the capacity of a public servant. രണ്ട്, when the case is made over by a magistrate to the another magistrate. ഈ രണ്ട് കേസിലും എന്ത് വേണ്ട? The complainant need not be examined. കാര്യം 223 എന്താ പറയണത്? While taking cognizance, the shall examine upon oath the complainant and the witness if any എന്നാ പറയുന്നത്, present if any. അത് വാദിയെ വിസ്തരിക്കണ്ട. എപ്പോഴാ? രണ്ട് കേസിൽ. ഒന്ന്, whether it is filed by the public servant. നിങ്ങൾ ഫുഡിന്റെ കാര്യം കൊടുത്താൽ മതി. ഫുഡ് ഇൻസ്പെക്ടർ നടക്കുന്ന ഫുഡ് ഇൻസ്പെക്ടർ വരുന്ന കേസുകളുണ്ടല്ലോ, ഫുഡ് കേസുകൾ. ആ ഫുഡ് കേസുകളൊന്നും വാദി ആദ്യം വിസ്തരിക്കാറില്ല. പിന്നെ ഫോറസ്റ്റ് ഓഫീസർ കൊടുക്കുന്ന കേസുകളിൽ ഫോറസ്റ്റ് ഓഫീസർ ആദ്യം വിസ്തരിക്കാറില്ല, എൻക്വയറി സമയത്ത് വിസ്തരിക്കാറില്ല. അത് ഇതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ്, പ്രൊവൈഡഡ് ആൾസോ ദാറ്റ് if the magistrate make over the case to the another magistrate under section 212 പ്രകാരം കേസ് അങ്ങോട്ട് മേക്ക് ഓവർ ചെയ്താൽ, സപ്പോസ് ആ മേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ആ കോടതി കംപ്ലൈന്റിനെയും സാക്ഷികളെയൊക്കെ വിസ്തരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും റീ എക്സാം ചെയ്യേണ്ട കാര്യമില്ല. വിസ്തരിച്ചിട്ടുണ്ടെങ്കിൽ റീ എക്സാം ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ആ രണ്ട് പ്രൊവിഷൻ. മനസ്സിലായല്ലോ? അപ്പോ എന്തൊക്കെ പറഞ്ഞത്? മജിസ്ട്രേറ്റ് having jurisdiction while taking cognizance shall examine the complainant and the witnesses present if any upon oath. അത് വേണം. Then a substance of accusation shall be reduced in writing എന്നൊക്കെ പറയുന്നുണ്ട്. shall be signed by the complainant and the magistrate. Then provided that no court shall take cognizance without എന്താണ് giving an opportunity of being heard for the accused. Then അടുത്തത് എക്സാമിനേഷൻ കംപ്ലൈന്റ് ഡിസ്പെൻസ് ചെയ്തിരിക്കുകയാണ് രണ്ട് സന്ദർഭത്തിൽ. ഒന്ന്, പബ്ലിക് സർവന്റ് ആണ് അന്യായം കൊടുക്കുന്നതെങ്കിൽ അവിടെ പബ്ലിക് സർവന്റിന്റെ വാദിയെ വിസ്തരിക്കേണ്ട കാര്യമില്ല. നമ്മൾ 132 കേസിൽ വാദി വിസ്തരിക്കുമല്ലോ. ഇപ്പൊ അഫിഡവിറ്റ് മതി. അഫിഡവിറ്റ് വരുന്നതിന് മുമ്പ് വാദി വിസ്തരിക്കുമായിരുന്നല്ലോ. അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ കൊടുത്ത സർക്കാർ വക കംപ്ലൈന്റുകൾ വിസ്തരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഏതാ വിസ്തരിക്കേണ്ടാത്തത്? പിന്നെ മജിസ്ട്രേറ്റ് 212 പ്രകാരം മേക്ക് ഓവർ ചെയ്ത കേസ് വിസ്തരിക്കേണ്ട കാര്യമില്ല. ഇനി മജിസ്ട്രേറ്റ് മേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും വാദിയെ സാക്ഷികൾ വിസ്തരിച്ചെങ്കിൽ അവരെ റീ എക്സാം ചെയ്യേണ്ട കാര്യമില്ല. ഇനി ക്ലോസ് 2 എന്താ? ക്ലോസ് 2 ഒന്ന് വായിക്കോ? ആരാ വായിക്കണേ? അന്വേഷണം വായിക്കോ? ക്ലോസ് 2 വായിക്കോ? Okay, sir. Clause 2. A magistrate shall not take cognizance on a complaint against a public servant for any offence alleged to have been committed in course of the discharge of his official function or duties unless such a public servant is given an opportunity to make assertions as to the situation
that lead to the incident so alleged, and B. A report containing facts and circumstances of the incident from the officer superior to such a public servant is received. നമ്മൾ നേരത്തെ കോഗ്നൈസൻസ് എടുക്കുന്നത് സംബന്ധിച്ച് നേരത്തെ പഠിച്ചു. എന്താണ് പബ്ലിക് സർവന്റ് കാര്യത്തില് സാങ്ഷൻ വേണമെന്ന് പറഞ്ഞു അല്ലേ? സാങ്ഷൻ വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പ്രൊവിഷൻ ഇപ്പൊ വന്നിരിക്കും. എന്താ വന്നത്? അതായത് ഒരു പബ്ലിക് സർവന്റിനെതിരായിട്ടാണ് ഒരു അന്യായം വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. അന്യായം ഫയൽ ചെയ്താൽ കോടതി ആദ്യം നോക്കണം, ഇതാണ് ഇയാളൊരു പബ്ലിക് സർവന്റ് ആണോ, ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഡിസ്ചാർജിങ് ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ വരുന്ന ഒരു ഒഫൻസ് ആണോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് പബ്ലിക് സർവന്റിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. എന്ത് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട്. എന്താ ഓപ്പർച്യൂണിറ്റി? ടു മേക്ക് അസർഷൻ ആസ് ടു ദ സിറ്റുവേഷൻ വിച്ച് ലെഡ് ടു ദി ഇൻസിഡന്റ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസിഡന്റിലേക്ക് നയിക്കാനായിട്ടുള്ള സാഹചര്യം വിശദീകരിക്കാൻ ഒരു അവസരം, ഓപ്പർച്യൂണിറ്റി പബ്ലിക് സർവന്റിന് കൊടുക്കണം. അത് മാത്രം പോരാ. ആൻഡ് പിന്നെന്താ? എ റിപ്പോർട്ട് കണ്ടെയ്നിങ് ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഓഫ് ദി ഇൻസിഡന്റ് ഫ്രം ദ ഓഫീസർ സുപ്പീരിയർ ടു സച്ച് പബ്ലിക് സർവന്റ്. അപ്പോ കോടതി എന്ത് ചെയ്യണം? കോടതി 2 നോട്ടീസ് അയക്കണം അല്ലെ? 1 നോട്ടീസ് ഈസ് ടു ദി അക്യൂസ്ഡ് പബ്ലിക് സർവന്റ്, other notice is to the superior officer of the accused. അപ്പൊ ഈ 2 റിപ്പോർട്ടും നോക്കി അതിന് ശേഷം മാത്രമേ കോഗ്നിസൻസ് എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ when the public servant is named as an accused and if the allegation it is connected with during the course of discharging his official duty, then before taking cognizance എന്ത് ചെയ്യണം? an opportunity is to be given to the accused public servant. എന്തിനാ? to ascertain the situation which led to the incident alleged in the complaint. then അടുത്ത എന്താ? and a report to be called for from the superior officer. ആ പ്രതിയുടെ superior ഓഫീസറിൽ നിന്നിട്ട് ഒരു റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യണം. ഇത് 2ഉം കൺസിഡർ ചെയ്തെങ്കിൽ മാത്രമേ എന്തെടുക്കാൻ പറ്റുള്ളൂ? ആ കേസിൽ കോഗ്നിസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അല്ല, അത് ഡിപ്പെൻസ് ആണ്. മജിസ്ട്രേറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദി റിപ്പോർട്ട്. മജിസ്ട്രേറ്റ് ഈസ് ടു ബി ജുഡീഷ്യലി എക്സാമിൻഡ്. അതാണ്. ഇപ്പൊ വേറെ കാര്യം പറഞ്ഞു. ഇപ്പൊ സപ്പോസ് ഒരു റിപ്പോർട്ട് വരുന്നു എന്ന് വെച്ചോളൂ. റിപ്പോർട്ടർ വന്ന് അയാള് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഡിസ്ചാർജ് ഒഫീഷ്യൽ ഡ്യൂട്ടി ആണെങ്കിൽ മറ്റേ പ്രൊവിഷൻ പ്രയോഗിക്കാം. ഏതാ? സാങ്ഷൻ വേണമെന്നുള്ള പ്രൊവിഷൻ എടുക്കാം. അവിടെ പറയുന്നത് എന്താ? അവിടെ പറയുന്നത് പിന്നെ നോ കോർട്ട് ഷാൽ ടേക്ക് കോഗ്നിസൻസ്, അങ്ങനെയല്ലേ പറയണത്? സാങ്ഷൻ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പറയാൻ എന്താ? നോ കോർട്ട് ഷാൽ ടേക്ക് കോഗ്നിസൻസ് ഓഫൻസ് എക്സെപ്റ്റ് ദ പ്രീവിയസ് സാങ്ഷൻ ആസ് പ്രൊവൈഡ് ഇൻ ദി ലോക്പാൽ ആൻഡ് ലോ. എന്നിട്ട് പറയുന്നത് എങ്ങനെയാണെങ്കിലാ അതെ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ അന്യായം വരുമ്പോ തന്നെ കോടതി അവർക്ക് നോട്ടീസ് കൊടുക്കണം. അപ്പൊ പബ്ലിക് സർവന്റ് പറയുകയാണ് ഇത് അതാണ് ഈ പറഞ്ഞ ആ സിറ്റുവേഷൻ വെച്ചിൽ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല്, അന്യായം ഫയൽ ചെയ്യുമ്പോൾ അന്യായത്തിലെ കണ്ടൻഷൻ എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും നോർമലി വരുന്നത്? ഇത് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഡിസ്ചാർജിങ് ഡ്യൂട്ടി അല്ല എന്നായിരിക്കും കണ്ടൻഷൻ. ആണെന്ന് സംബന്ധിച്ചാൽ എന്ത് വേണം? സാങ്ഷൻ വേണം. അപ്പൊ നോർമലി അന്യായം ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും എഴുതണം എന്താ വെച്ചാൽ ഇത് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഡിസ്ചാർജ് ഒഫീഷ്യൽ ഡ്യൂട്ടി അല്ല, അവിടുന്ന് മാറിയിട്ടാണെന്നായിരിക്കും നമ്മുടെ കണ്ടൻഷൻ വരുന്നത്. അപ്പോഴാണ് പ്രതി വന്നിട്ട് പറയുന്നത് സംഭവം ശരിയാണ്, പക്ഷെ അത് എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് പറയുന്നു. അപ്പൊ കോടതി കൺവിൻസ് ചെയ്താൽ എന്ത് പറ്റും? അപ്പൊ പിന്നെ സാക്ഷൻ ഹാജരാക്കാൻ പറയും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇവിടെ മെയിൻ. അല്ലാതെ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നൊരു കണ്ടൻഷൻ അപ്പൊ എടുക്കാൻ പ്രതിക്ക് അവകാശമില്ല. അതിന്റെ കാര്യം എന്താന്ന് ഞാൻ പിന്നെ പറയാം. അതിന്റെ കാര്യം നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് പോകുമ്പോൾ പറയും. കാരണം പ്രതിയുടെ റൈറ്റ് എന്താണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു ഡിസ്പ്യൂട്ട് വരും. അത് നമ്മൾ അടുത്ത ഇതിലോട്ട് പോകുമ്പോൾ അത് പഠിക്കും. ഇനി അടുത്ത എന്താന്ന് വെച്ചാല് നമ്മള് 223 ആദ്യത്തെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഇല്ലാത്തൊരു വാക്ക് വന്നു, മജിസ്ട്രേറ്റ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ എന്ന് വന്നു, മുമ്പില്ലായിരുന്നു. ഇനി 224 ഒന്ന് വായിച്ചു നോക്കിയേ. 224 സൗഫില ഒന്ന് വായിക്കുമോ? സൗഫിലാണോ നേരത്തെ വായിച്ചേ?
കുഴപ്പമില്ല സർ, വായിക്കാം. വായിച്ചു. Section 224, procedure by magistrate not competent to take cognizance of case. If the complaint is made to a magistrate who is not competent to take cognizance of the offence, he shall, clause A, if the complaint is in writing, return it for presentation to the proper court with an endorsement to that effect. B, if the complaint is not in writing, direct the complainant to the proper court. ഓക്കെ, അപ്പൊ 223 പറയുന്ന മജിസ്ട്രേറ്റ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു. 224 പറഞ്ഞ എന്താണ്? സപ്പോസ് എ കംപ്ലൈന്റ് ഈസ് മെയ്ഡ് ടു എ മജിസ്ട്രേറ്റ് ഹു ഈസ് നോട്ട് കോമ്പിറ്റന്റ് ടു ടോക്ക്. കോമ്പിറ്റൻസി 223 പറയുന്നുണ്ട് എന്താ? മജിസ്ട്രേറ്റ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ എന്നാ പറയുന്നത്. അപ്പൊ കോമ്പിറ്റൻസി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ദ കംപ്ലൈന്റ് ഈസ് ഇൻ റൈറ്റിംഗ്, റിട്ടേൺ ദ കംപ്ലൈന്റ് ടു ദി കംപ്ലൈനന്റ് എന്താ വിത്ത് ആൻ എൻഡോഴ്സ്മെന്റ് ദാറ്റ് എഫക്ട്. എന്താണ്? ഫോർ ദി പ്രസന്റേഷൻ ടു ദ പ്രോപ്പർ കോർട്ട്. അല്ലേ? ഇസ് ദർ എനി സിമിലർ പ്രൊവിഷൻ ഇൻ ദി സിപിസി? ഓർഡേഴ്സ് ഓൺ റൂൾഡ് അല്ലേ? ഓർഡേഴ്സ് ഓൺ റൂൾഡ്. അതായത് നോ ജൂറി, അവിടെ കുറച്ച് പ്രൊസീജിയർ പറയുന്നുണ്ട് എങ്ങനെയൊക്കെ വേണം. ഇവിടെ അങ്ങനെയൊന്നും പറയണില്ല. ഇവിടെ പറയുന്നത് അത് റിട്ടേൺ ചെയ്തിട്ട് പ്രോപ്പർ കോടതി പറയും. ഇനി അന്യായം എന്ന് പറയുന്നത് നമ്മൾ അന്യായത്തിന് ഡെഫിനിഷൻ പഠിപ്പിച്ച് പറഞ്ഞു. എന്താണ്? ഓറലി ഓർ ഇൻ റൈറ്റിംഗ് എന്നാ പറഞ്ഞു. അപ്പൊ ഓറലി ഒരാൾ പറഞ്ഞാലും അത് കംപ്ലൈന്റ് ആവും അല്ലെ? ഓറലി അലേജ്ഡ് ദാറ്റ് സം പേഴ്സൺ നോൺ ഓർ അൺനോൺ ഹാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലൈന്റ് ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഹിം ടു അപ്പിയർ ബിഫോർ ദാറ്റ് കോർട്ട്, പ്രോപ്പർ കോർട്ട്. അതാണ് 224 പറയുന്നത്. പഴയ 201 ആണ്. മനസ്സിലായില്ലേ? ദെൻ 225 അത് ഹെഡിങ് എന്താ? പോസ്റ്റ്പോൺ ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസസ് ആണ്. അപ്പൊ ഒരു അന്യായം കിട്ടി. അന്യായം കോടതി എന്ത് ചെയ്തു? കോഗ്നൈസൻസ് എടുത്തു, വാദിയെ വിസ്തരിച്ചു. അന്ന് സാക്ഷിയൊന്നുമില്ല, വാദിയെ വിസ്തരിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? ഇഷ്യൂ ഓഫ് പ്രോസസ്സിന് പോസ്റ്റ് ചെയ്യണം. ഇനി ഒന്ന് വായിച്ചത് ആരോ വായിക്കുക. നജിയ ഉണ്ടോ? നജിയ Sir, 225 വായിക്കൂ. postponement of issue of process. Clause 1. Any magistrate on receipt of a complaint of an offence of which he is authorized to take cognizance or which has been made over to him under section 212 may, if he thinks fit, and shall, in a case where the accused is residing at a place beyond the area in which he exercises his jurisdiction, postpone the issue of process against the accused and either inquire into the case himself or direct an investigation to be made by a police officer or by such other person as he thinks fit for the purpose of deciding whether or not there is sufficient grounds for proceedings. അതായത് പിന്നെ ഇതിനകത്ത് രണ്ട് പ്രൊവിഷൻ പറയുന്നുണ്ട്. എന്താണ്? മജിസ്ട്രേറ്റ് ഹി ഓതറൈസ്ഡ് ടു ടേക്ക് കോഗ്നൈസൻസ് ഒന്ന്, അല്ലെങ്കിൽ 212 പ്രകാരം മെയ്ഡ് ഓവർ കിട്ടിയ കേസിൽ ദ അക്യൂസ് ഈസ് റിസൈഡിങ് ഔട്ട്സൈഡ് ഹിസ് ജൂറിസ്ഡിക്ഷൻ. അതായത് ആ അന്യായത്തിലെ പ്രതി വേറെ ഒരു കോടതിയുടെ അധികാര അതിർത്തിയിലാണ് താമസിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പോസ്റ്റ്പോൺ ദ ഇഷ്യൂ പ്രോസസ്. പോസ്റ്റ്പോൺ ദ ഇഷ്യൂ പ്രോസസ്. എന്നിട്ട് രണ്ട് കാര്യം ചെയ്യാം. എന്താണ്? ഐദർ എൻക്വയറി ഇൻ ടു ഹിംസെൽഫ്, മജിസ്ട്രേറ്റിന് തന്നെ എൻക്വയറി ചെയ്യാം, ഓർ ഡയറക്റ്റ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ടു ബി മെയ്ഡ് ബൈ എ പോലീസ് ഓഫീസർ ഓർ സച്ച് അതർ പേഴ്സൺ ആസ് ഹി തിങ്സ് ഫിറ്റ്. എന്തിനു വേണ്ടിയാ എൻക്വയറി നടത്തുന്നത്, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടെന്നോട് പറയാം. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദി പർപ്പസ് ഓഫ് ഡിസൈഡിങ് വെദർ ഓർ നോട്ട് there is sufficient ground for proceeding. അപ്പോ ശ്രദ്ധിച്ചോളണം. കേസ് എന്താണ്? സപ്പോസ് എ കംപ്ലൈന്റ് ഈസ് ഫയൽഡ് and it is a complaint in which
the accused person is residing outside the jurisdiction of the court where the complaint is filed. അതായത് അന്യായം നോക്കിയപ്പോ പ്രതി ആ കോടതിയുടെ അധികാര അതിർത്തിയിൽ താമസിക്കുന്നയാളല്ല. അന്യായം നോക്കി വാദിയുടെ മൊഴിയൊക്കെ എടുത്തു, കുഴപ്പമൊന്നുമില്ല. അന്നേരം ഉണ്ടായിരുന്നൊരു സാക്ഷിയെ വിസ്തരിക്കുകയും ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇഷ്യൂ പ്രോസസ്സിന് മുമ്പ് പ്രതി ആ അധികാര അതിർത്തിയിൽ താമസമല്ലെങ്കിൽ എന്ത് ചെയ്യണം? പോസ്റ്റ്പോൺ ദി ഇഷ്യൂ പ്രോസസ്. അത് മാറ്റിവെച്ചിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം, ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഒന്നെന്താ? എൻക്വയർ ഹിംസെൽഫ്, മജിസ്ട്രേറ്റിന് തന്നെത്താൻ എൻക്വയറി നടത്താം. പിന്നെന്താ? അല്ലെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ആ ഇൻവെസ്റ്റിഗേഷൻ ആരെ കൊണ്ട് നടത്താം? ഒന്നുകിൽ ഒരു പോലീസ് ഓഫീസറെ കൊണ്ട് നടത്താം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളെ കൊണ്ട് നടത്താം. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണേ? ഫോർ ദി പർപ്പസ് ഓഫ് ഡിസൈഡിങ് വെദർ ദ പ്രോസസ് ഷുഡ് ബി ഇഷ്യൂഡ്. പ്രതിക്ക് സമൻസ് അയക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് അതിന് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. എന്ത് നടത്തുന്നത്? എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷൻ. ആ ഇൻവെസ്റ്റിഗേഷൻ ആരെ കൊണ്ട് നടത്തിക്കാം? ബൈ എ പോലീസ് ഓഫീസർ. പിന്നെയോ എനി അതർ പേഴ്സൺ മജിസ്ട്രേറ്റ് തിങ്സ് ഫിറ്റ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പ്രൈവറ്റ് അന്യായം കൊടുത്തു. വാദിയെ വിസ്തരിച്ചു. എന്നിട്ട് ഒരു സാക്ഷി ഉണ്ടായിരുന്ന സാക്ഷിയും വിസ്തരിച്ചു. അപ്പൊ നോക്കി പ്രതി വേറെ ഒരു അധികാര അതിർത്തിയിൽ താമസിക്കുന്നത്. അപ്പൊ കോടതിക്ക് തോന്നുകയാണ് ഇതിനകത്ത് ഒരു മഹസറൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമുണ്ട്. പ്രൈവറ്റ് അന്യായം ഒന്നും പോലീസ് ഒന്നും ചെയ്തില്ല, പക്ഷെ ഒരു മഹസർ അല്ലെങ്കിൽ ഒരു ബുക്ക് കണ്ടെടുക്കണം. ഒരു അത്യാവശ്യം ഒരു ചീറ്റിംഗ് കേസാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു മിസ്അപ്രോപ്രിയേഷൻ കേസാണെന്ന് കരുതുക. ഒരു ബുക്കൊക്കെ സീസ് ചെയ്യാൻ പറ്റും. അപ്പൊ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതി തന്നെ എൻക്വയറി ഇട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ കോർട്ട് ക്യാൻ ഓർഡർ ആൻ ഇൻവെസ്റ്റിഗേഷൻ. ആ ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓർഡേർഡ് അണ്ടർ സെക്ഷൻ 225 ക്ലോസ് 1. 225 ക്ലോസ് 1. ആ ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസ് എന്താ? നോർമലി പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസ് എന്താ? ഇപ്പൊ നമ്മൾ 173 തൊട്ട് ഇങ്ങോട്ട് പഠിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വരും. ആ ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസ് എന്താ? What is the purpose of that investigation? അതായത് ചാപ്റ്റർ 13, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് ചാപ്റ്റർ 13. ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് ചാപ്റ്റർ 13. ദിസ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ under chapter 16. അപ്പൊ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ടഡ് അണ്ടർ ചാപ്റ്റർ 13? പറയും. പ്രോസസ് ഇഷ്യൂ ചെയ്യണം. ഏതിന്റെ? ഞാൻ ചോദിച്ചത് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ചാപ്റ്റർ 13 ആണ്. 173 തൊട്ട് ഇങ്ങോട്ട് വരുന്നു. 173, 174, 175 ഒക്കെ പഠിച്ചല്ലോ നമ്മള്. ഒഫൻസ് ഉണ്ടോ ഇല്ലേ ട്രൈ ചെയ്യാൻ പറ്റുമോ? എന്താ? പോലീസ് ഒഫൻസ് മെയ്ഡ് ഔട്ട് ചെയ്യുന്നുണ്ടോ? എന്നിട്ട് പിന്നെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നതാണോ? അതെ, ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ബി കൾമിനേറ്റഡ് ബൈ ഫയലിംഗ് എ പോലീസ് റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ 193. പഴയ 173. മനസ്സിലായില്ലേ? അപ്പൊ അവിടുത്തെ ഉദ്ദേശം എന്താ? That investigation shall be culminated into filing a report before the magistrate. Either it may be report under section 189 or 190. റഫർ റിപ്പോർട്ട് ആകാം, പോലീസ് റിപ്പോർട്ട് ചാർജ് ഷീറ്റും ആകാം. പക്ഷെ ഇവിടുത്തെ പർപ്പസ് എന്താ? ഇവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഷാൽ നോട്ട് ബി അക്കംപ്ലിഷ്ഡ് ബൈ ഫയലിംഗ് എ റിപ്പോർട്ട്. പിന്നെ എന്താ? only by supplying the materials before the magistrate to aid the magistrate or help the magistrate. എന്തിനാ? For the purpose of deciding whether process to be issued.
പ്രതിക്കെതിരെ സമൻസ് അയക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ദ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ചാപ്റ്റർ 13 ഈസ് ഡിഫറന്റ് ഫ്രം ദ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ചാപ്റ്റർ 16. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ the investigation under 175 clause 3 is different from the investigation under 225 clause 1. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും സാക്ഷികളെയൊക്കെ കണ്ട് ചോദിച്ച് മൊഴിയെടുത്താൽ ആ മൊഴി ഒപ്പിടിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? Because it is not an investigation under chapter 13. നമ്മൾ 181-ന്റെ 182-ന്റെ ഒക്കെ കോൺട്രഡിക്ഷൻ പറഞ്ഞു നോർമലി വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ഷാൽ നോട്ട് ബി സൈൻഡ് ബൈ ദ വിറ്റ്നസ്. അതിന്റെ യൂസ് പ്രത്യേകം പറഞ്ഞു, ഒറ്റ കാര്യത്തിന് ഉപയോഗിക്കാവൂ, ഫോർ കോൺട്രഡിക്ഷൻ. അങ്ങനെയാണോ പറഞ്ഞേ? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് അണ്ടർ സെക്ഷൻ 180? Corroboration ഇല്ല. Only contradiction by whom? Adverse party means accused. What about the prosecution? Whether the prosecution can use for the contradiction? With the permission of അത് അഞ്ചത്തെ നമ്മുടെ ആ പോർഷൻ എടുത്തപ്പോ ഇല്ലായിരുന്നോ? വിത്ത് ദി പെർമിഷൻ ഓഫ് ദി കോർട്ട് പ്രോസിക്യൂഷന് പറ്റും. അങ്ങനെയാണ് ആ സെക്ഷൻ പറയണേ. പ്രതിക്ക് ഒരു പെർമിഷനും ഇല്ലാതെ കോൺട്രഡിക്റ്റ് ചെയ്യാം. ആൻഡ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് പ്രോസിക്യൂഷൻ ക്യാൻ. ഇപ്പൊ ഉദാഹരണത്തിന് സാക്ഷി വന്ന് ഹോസ്റ്റലാവില്ലേ കോടതിയിൽ? അപ്പൊ ഹോസ്റ്റലാകുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നാണല്ലോ മാറണേ. അപ്പൊ കോടതിയുടെ പെർമിഷനോടുകൂടി പ്രോസിക്യൂഷനെ കോൺട്രഡിക്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂസ് ഓഫ് 161 നോട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയണത്. ഇപ്പോഴത്തെ 180 അതിന്റെ യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ സെക്ഷൻ 188. എന്താ യൂസ്? ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് കോൺട്രഡിക്ഷൻ ആൻഡ് ബൈ ദ അക്യൂസ് ആൻഡ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ പ്രോസിക്യൂഷൻ, വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ബൈ ദ പ്രോസിക്യൂഷൻ. ഞാൻ പറഞ്ഞത് ആ ഒരു റെഡിൽ ഇവിടെ ആപ്ലിക്കബിൾ അല്ല. കാരണം അതിനകത്ത് വേർഡ് യൂസ് ദ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ദിസ് ചാപ്റ്റർ എന്നാണ്. വിച്ച് ചാപ്റ്റർ? 13. അപ്പൊ there lies the difference between the two types of investigation. One is in the chapter 13 and other is chapter 16. ചാപ്റ്റർ 16 ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസ് എന്ന് പറഞ്ഞ ഒറ്റ പർപ്പസേ ഉള്ളൂ, അത് കോടതിയെ സഹായിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. എന്തിനു സഹായിക്കാനാ? പ്രതിക്കെതിരെ സമൻസ് അയക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കോടതിയെ എയ്ഡ് ചെയ്യാനായിട്ടാണ്. അതാണ് ആ സെക്ഷൻ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 225 ക്ലോസ് 1 ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 225 ക്ലോസ് 1 ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രതി ആ നാട്ടുകാരനല്ല എങ്കിൽ, അതായത് ആ കോടതിയുടെ അധികാര പരിധിയിലല്ല താമസിക്കുന്നതെങ്കിൽ മജിസ്ട്രേറ്റ് നേരിട്ട് പ്രോസസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ആ പ്രോസസ് പോസ്റ്റ്പോൺ ചെയ്യണം. എന്നിട്ട് രണ്ട് ഓപ്ഷൻ, ഒന്നുകിൽ either enquire it by himself or direct an investigation to be made by a police officer or investigation to be made by any other person as the magistrate thinks fit. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് കൊണ്ട് കമ്മീഷൻ കേൾപ്പിക്കാം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട്. ഇപ്പൊ പോലീസിന് വിശ്വാസം ഇല്ലെങ്കിലോ ഒരു അഡ്വക്കേറ്റ് ക്യാൻ ബി അപ്പോയിന്റഡ്. മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഇതിപ്പോ നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ പറയുന്ന പേര് 225 ഇൻവെസ്റ്റിഗേഷൻ. പഴയ 202 ഇൻവെസ്റ്റിഗേഷൻ, 202 ക്ലോസ് 2 ആയിരുന്നു ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ 225 ആണ്. അപ്പൊ സപ്പോസ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്പോസ് എ കംപ്ലൈന്റ് ഈസ് ഫയൽഡ് ബൈ എ പോലീസ് ഓഫീസർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ അനുസരിച്ചിട്ട് അതിനകത്ത് പറയുന്നത് എ കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് എ പോലീസ് ഓഫീസർ ഷാൽ നോട്ട് ബി റെഫേർഡ് ടു ദ പോലീസ് സ്റ്റേഷൻ അണ്ടർ സെക്ഷൻ 202 എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ 225.
225 ഇൻവെസ്റ്റിഗേഷൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് വരുന്നതെങ്കിൽ അത് പോലീസിലേക്ക് അയക്കാൻ പാടില്ല. അത് മനസ്സിൽ ഓർത്തോളൂ. കേട്ടല്ലോ? അത്രയും മനസ്സിലായല്ലോ? ഇനി താഴേക്ക് പോകുമ്പോൾ ഇനിയുണ്ട് സംഗതികൾ പഠിക്കാൻ. എന്താണ്? എന്നിട്ട് പറയുന്നു പ്രൊവൈഡഡ് ദാറ്റ് നോ സച്ച് ഡയറക്ഷൻ ഫോർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞൊരു ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞില്ലേ, അത്തരം ഇൻവെസ്റ്റിഗേഷൻ നോ സച്ച് ഇൻവെസ്റ്റിഗേഷൻ ഷാൽ ബി മെയ്ഡ്. എപ്പോഴാ? 2 സന്ദർഭങ്ങളിൽ. ഒന്ന്, where it appears to the magistrate that an offence complained of it is triable exclusively by the court of session. അപ്പോ പ്രൈവറ്റ് കംപ്ലൈന്റ് വരുന്നതിനകത്ത് ഒഫൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ബൈ എ ട്രൈബൽ കോർട്ട് ഓഫ് സെഷൻ ആണെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ അയക്കാൻ പാടില്ല. ഏത് ഇൻവെസ്റ്റിഗേഷൻ അയക്കാൻ പാടില്ല? 225(1) ഇൻവെസ്റ്റിഗേഷൻ അയക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് വരും. സപ്പോസ് എ കംപ്ലൈന്റ് ഈസ് ഫൈൽഡ് ബിഫോർ ദ കോർട്ട്. Complaint is filed before the court, and the complaint submitted that I have given a statement to the officer in charge of police station, and he is reluctant to record my statement, and thereafter I forwarded the statement to the higher officer, superior officer, but he also reluctant to record, and the complaint filed an affidavit stating that fact, and complaint is filed before the court. The complaint it is alleged the accused committed an offence exclusively by triable by court of session, and the counsel submitted before the magistrate that this is a case in which an investigation is required. So your honor may kindly forward the complaint to the SHO concerned under section 175(3). The offence is exclusive tribal court of session, whether the magistrate can forward the complaint to SHO under section 175(3). പറയാമോ? $25 അല്ലേ പറഞ്ഞ? പബ്ലിക് സർവന്റിനെതിരെയുള്ള കംപ്ലൈന്റ് ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്നത് ഒഫൻസ് എക്സ്ക്ലൂസീവ് ട്രൈബൽ കോർട്ട് ഓഫ് സെഷൻ ആണ്. അത് പോലീസിലേക്ക് അയച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നാണ് വക്കീൽ പറഞ്ഞത്. ക്യാൻ ബി ഫോർവേഡ് അണ്ടർ സെക്ഷൻ 175(3) if the offence is exclusive tribal court of session. അതാണ് എന്റെ ചോദ്യം. Yes, it can be forwarded, sir. Can be forwarded. Then next answer പറയ്. ഓരോരുത്തർ പറയ്. എല്ലാരും കേട്ടോ? അതോ ഉറങ്ങുകയാണ്? ചോദ്യം മനസ്സിലായോ? തജിയൊക്കെ ചോദ്യം മനസ്സിലായോ? സാർ ചോദ്യം മനസ്സിലായി. അത് ട്രാൻസ്ഫർ ചെയ്യാം. ഫോർവേഡ് ചെയ്യാം. ഫോർവേഡ് ചെയ്യാൻ പറ്റിയല്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? അജിത്ത് പറഞ്ഞല്ലോ. വേറെ ആർക്കെങ്കിലും അത് അയക്കാൻ പറ്റിയല്ല എന്ന് അഭിപ്രായം ഉണ്ടോ? ഒരഭിപ്രായമില്ലേ? മറ്റുള്ളവർക്കൊന്നും ഒരഭിപ്രായമില്ലേ? സർ, ഈ സെഷൻസ് കോർട്ടിന് എക്സ്ക്ലൂസീവ്ലി കോഗ്നൈസൻസ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പെഷ്യൽ ആക്ടുകളാണെങ്കിൽ മജിസ്ട്രേറ്റിന് അതിൽ പവർ ഇല്ല. എന്റെ ചോദ്യം വളരെ മനസ്സിലായി സാർ. അതല്ല, എന്റെ സ്പെസിഫിക് ആണ്. നിങ്ങൾ അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് പറയേണ്ട കാര്യമില്ല. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ചോദ്യം ഇതാണ്: suppose a complaint filed before the magistrate and the complaint is against a person who committed an offence exclusively triable by court of session. പുള്ളി ഒരു 156(3) അല്ലെങ്കിൽ ഇപ്പോഴത്തെ 175(3) അയക്കേണ്ട എല്ലാ ഫോർമാലിറ്റിയും കംപ്ലൈന്റ് ചെയ്തിട്ട് കോടതി വന്ന് നിൽക്കുന്നു.
കോടതി പറയുന്നു ഇതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ള കേസാണ്, അതുകൊണ്ട് ഇത് പോലീസിലേക്ക് അയക്കണമെന്ന് പറയുന്നു. Offense is exclusive of a court of session. He filed the complaint not before the court of session but before a magistrate. ഇപ്പൊ പറ്റുമെന്നാ ചോദ്യം. എന്ത് പറയുന്നു? ഞാൻ അതാദ്യം പറഞ്ഞില്ലല്ലേ, കോർട്ട് ഓഫ് സെഷൻ അല്ല അദ്ദേഹം കൊടുത്തിരിക്കുന്ന, മജിസ്ട്രേറ്റ് കോടതിയില്ല, കോർട്ട് ഓഫ് സെഷൻ അല്ല കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് സാർ. അതെ, അപ്പൊ അത് അയക്കാൻ പറ്റുമെന്ന ചോദ്യം. ഹലോ, ക്ലാസ് കഴിഞ്ഞില്ല സാർ? ഇപ്പൊ കഴിയും. പെട്ടെന്ന് ആൻസർ പറയൂ. നിങ്ങൾ എന്ത് മടിക്കണേ? പറഞ്ഞോളൂ, തെറ്റിപ്പോട്ടെ, ധൈര്യമായിട്ട് പറയൂ. പറ്റും. ആ കോടതിക്ക് തന്നെ പറ്റും. ഏത് കോടതിക്ക്? മജിസ്ട്രേറ്റ് കോടതി. മജിസ്ട്രേറ്റ് കോടതിക്ക് പറ്റും. അപ്പൊ നമ്മളിപ്പോ ഞാൻ വായിച്ചു വന്നോടെ വായിക്കാം. പ്രൊവൈസോല് കംപ്ലൈന്റ് വിസ്തരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ സർ? അല്ല, ഞാൻ വായിച്ചു വന്നോടെ വായിക്കാം. Provided that no such direction for investigation shall be made where it appears to the magistrate that the offence complained is triable exclusively by court of session. ഇനി പറ്റുമോ? പറ്റില്ല. എന്ത് പറയണം സിഗ്മ? സിഗ്മ പോയാ? ഇല്ല സർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സർ. ഒന്നുകൂടെ വായിച്ചു നോക്കിയാണല്ലേ? ഞാൻ ഒന്നും കൂടി മറ്റേ ചാപ്റ്റർ ഇതും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് നോക്കിയതാണ് സർ. സാർ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിതും കൂടി നോക്കിയതാണ്. ഇപ്പൊ ശരിക്കും എന്താ സംശയം? ഇപ്പൊ ആകപ്പാട് കൂടി ജ്യൂസ് അടിച്ച പരിപാടി. എന്റെ പൊന്ന, ഒരു സംശയത്തിനും അവകാശം ഇല്ല. ഡെഫിനിറ്റ് ആയിട്ട് അയക്കാൻ പറ്റും. ഞാൻ അതാ എന്താ പറയണേ? നോ സച്ച് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനാ? നോ സച്ച് ഡയറക്ഷൻ ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ഏത് ഡയറക്ഷനാ? ദ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ 225, നോട്ട് അണ്ടർ 175. അതല്ലേ ഞാൻ ഈ 100 വട്ടം പറഞ്ഞ ഈ രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് ഞാൻ ഈ പറഞ്ഞിട്ട് തന്നെ. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടായി ചോദിച്ചേ. ഒരു കൺഫ്യൂഷനും വേണ്ട. അങ്ങനെ വന്നാൽ മജിസ്ട്രേറ്റിന് ഡെഫിനിറ്റ് ആയിട്ട് അയക്കാം ബിഫോർ ടേക്കിംഗ് കോഗ്നിസൻസ്. മനസ്സിലായോ? അയക്കാം. പ്രൊവൈഡഡ് 175(3) കംപ്ലൈന്റ് ചെയ്യണം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാലിറ്റീസ് കംപ്ലൈന്റ് ചെയ്യണം. അതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആകരുത്. ഇതെന്ന് പറയുന്നത് 225 ആഫ്റ്റർ കോഗ്നിസൻസ് എടുത്തതിന് ശേഷമുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണിത്. ആ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ 202 എൻക്വയറി എന്ന് പറയത്തില്ല, അതിന്റെ പകരം ഇപ്പൊ 225. അത് 202 ക്ലോസ് 2 ആയിരുന്നു. ഇപ്പൊ അവരതെല്ലാം ക്ലോസ് ഒക്കെ മാറ്റി ഒരു ഒറ്റ പാരഗ്രാഫ് ആക്കി വെച്ചു. അപ്പൊ ഇതിനകത്ത് പറഞ്ഞ എന്താ? ആ ഡയറക്ഷൻ, ആ തരത്തിലുള്ള ഡയറക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ഒരു എക്സ്ക്ലൂസീവ് ട്രയബിൾ ആണെങ്കിൽ അയക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ 156(3) അല്ലെങ്കിൽ 175(3) അനുസരിച്ചിട്ട് പറ്റും. അബ്ജത്ത് മനസ്സിലായോ? അതായത് ആ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കോഗ്നൈസൻസ് എടുക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ, അത് പറ്റും, ഡെഫിനറ്റ് ആയിട്ട് പറ്റും. അതെ. അപ്പൊ നിങ്ങൾ, ഞാൻ പറയുന്നത് ഇതിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് വരും. ആ കൺഫ്യൂഷൻ വരുത്തരുത്. ഈ രണ്ട് ഇൻവെസ്റ്റിഗേഷൻ രണ്ടേ ഇൻവെസ്റ്റിഗേഷൻ ആണ് തമ്മില് പിന്നെ കൺഫ്യൂഷൻ ആയത്. അതുകൂടെ ഒന്ന് തീർക്കാം. അപ്പൊ എന്താ പറഞ്ഞേ? അതൊന്ന്. പിന്നെ രണ്ടാമത്തെ എന്താ? കംപ്ലൈന്റ് ഹാസ് നോട്ട് ബീൻ മെയ്ഡ് ബൈ ദ കോർട്ട് അൺലെസ് ദ കംപ്ലൈന്റ് വിറ്റ്നസ് പ്രസന്റ് ഇഫ് ഇറ്റ് ഹാവ് ബീൻ എക്സാമിൻഡ് ഓൺ. അതായത് 223 അനുസരിച്ചിട്ട് പിന്നെ വാദിയെയും സാക്ഷികളെയും വിസ്തരിക്കാതെയാണ് വരുന്നതെങ്കിൽ, ഏതാ
കംപ്ലൈന്റ് ഹാസ് നോട്ട് ബീൻ മെയ്ഡ് ബൈ ദ കോർട്ട്. കോടതി കോടതിയല്ല അന്യായം ഫയൽ ചെയ്തിരിക്കുന്നതെങ്കിൽ അൺലെസ് ദ കംപ്ലൈന്റ് വിറ്റ്നസ് പ്രസന്റ് ഇഫ് ഹാവ് ബീൻ എക്സാമിൻ ഓൺ ഓത്ത് 223 ആയിട്ട് വിസ്തരിച്ചില്ല എങ്കിൽ അത് ഈ 202 ഇൻവെസ്റ്റിഗേഷൻ 202 അല്ല 220 ഇൻവെസ്റ്റിഗേഷൻ അയക്കാൻ പാടില്ല. അപ്പൊ ഈ രണ്ട് സർക്കംസ്റ്റാൻസ് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താ? ഇനിയുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് if it appears to the magistrate that an offence complaint is triable exclusively by court of session. അപ്പോ എക്സ്ക്ലൂസീവ് കോർട്ട് ഓഫ് സെഷൻ ആണെങ്കിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, എക്സ്ക്ലൂസീവ് കോർട്ട് ഓഫ് സെഷൻ ആണെങ്കിൽ 220 ഇൻവെസ്റ്റിഗേഷൻ പോലീസിലേക്ക് അയക്കാനേ പാടില്ല. ഒന്നുകൂടെ പറയുന്നു, എക്സ്ക്ലൂസീവ് ട്രയൽ കോർട്ട് ഓഫ് സെഷൻ ആണെങ്കിൽ ഈ കോടതിക്ക് ഡ്യൂട്ടി ഉണ്ട്. എന്താണ്? കാൾ അപ്പോൺ ദ കംപ്ലൈന്റ് ടു പ്രൊഡ്യൂസ് ഓൾ ഹിസ് വിറ്റ്നസ് ആൻഡ് എക്സാമിൻ ദം ഓൺ ഓത്ത്. അന്യായത്തോടൊപ്പം പറഞ്ഞിരിക്കുന്ന വിറ്റ്നസ് ലിസ്റ്റിലെ മുഴുവൻ സാക്ഷികളെയും ഹാജരാക്കാൻ കോടതി ഡയറക്റ്റ് ചെയ്യണം. എപ്പോഴാണ്? ഇഫ് ദി ഒഫൻസ് എക്സ്ക്ലൂസീവ് കോർട്ട് ഓഫ് സെഷൻ. അത് കോടതിയുടെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായില്ലേ? എന്താ ചെയ്യേണ്ടത്? കാൾ അപ്പോൺ ദ കംപ്ലൈന്റ്. അപ്പോ അതിനകത്ത് എഴുതി വെക്കണം, കംപ്ലൈനന്റ് ഈസ് ഡയറക്റ്റഡ് ടു പ്രൊഡ്യൂസ് ഓൾ ദ വിറ്റ്നസസ് ഇൻക്ലൂഡിംഗ് ദ വിറ്റ്നസ് ലിസ്റ്റ് ആൻഡ് എക്സാമിൻ. എന്തുകൊണ്ടാണ് ചെയ്യണത്? അത് ചെയ്യണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ അവിടെ 160 നോട്ട് അല്ലെങ്കിൽ 180 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. പ്രതിക്ക് കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയാണെങ്കിൽ ഈ വിറ്റ്നസിനെ കോടതിയിൽ മൊഴി കൊടുത്താൽ മാത്രമേ ട്രയലിന് പ്രതിക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ട്രയൽ ഭാഗത്തോട്ടും കൊണ്ടുവരരുത്. മനസ്സിലായില്ലേ? അപ്പോ എക്സ്ക്ലൂസീവ് ട്രയൽ കോർട്ട് ഓഫ് സെഷൻ ആണെങ്കിൽ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, no investigation under section 225 shall be ordered if the offence is exclusive triable court of session. And one more thing, if the offence is exclusive triable court of session, then the court shall call upon the complaint to produce all the witnesses and examine them on oath. ഇനി അങ്ങനെ ഹാജരാക്കാൻ പറയുന്നു, ഹാജരാക്കുന്നില്ലെങ്കിലോ? ഹാജരാക്കുന്നില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അവിടെ വെച്ച് പ്രതിക്ക് അനുകൂലമായിട്ടൊന്നും കിട്ടൂല. അത് ട്രയലിന് ഉപയോഗിക്കാം. അതാണ് മറ്റേ പി ജെ കുര്യന്റെ കേസിൽ വന്നത്, പി ജെ കുര്യൻ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ഓഫ് കേരള സൂര്യനെല്ലിന്റെ കേസിൽ വന്നത്. മനസ്സിലായില്ലേ? ദെൻ അടുത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? 3, if an investigation under subsection 1 is made by a person not being a police officer, he shall have for that investigation shall all the powers conferred by the Sanhida, an officer in charge of police, except the power to arrest without warrant. അതായത് 225 investigation to be made by a police officer പറഞ്ഞു, any other person if the court thinks fit എന്ന് പറഞ്ഞു. അങ്ങനെ any other person ആണെങ്കിൽ ആ പേഴ്സൺ എന്താ അധികാരമുണ്ട്? എല്ലാ അധികാരവും പോലീസ് ഓഫീസറിന്റെ ഉണ്ട്, എക്സെപ്റ്റ് പവർ ടു അറസ്റ്റ്. മനസ്സിലായില്ലേ? ഇതാണ് 225. എത്ര കാര്യങ്ങൾ പറഞ്ഞു അതിനകത്ത്. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരുപാടുള്ള ഏരിയ ആണത്. കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഒറ്റ കാര്യമേ ഉള്ളൂ, അന്യായം പറയുമ്പോൾ അന്യായത്തിലെ പ്രതി ആ കോടതിയുടെ അധികാര പരിധിയിലല്ല താമസിക്കുന്നതെങ്കിൽ കോടതി എന്ത് ചെയ്യണം? ഇഷ്യൂ പ്രോസസ് പോസ്റ്റ്പോൺ ചെയ്യണം. എന്നിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം, ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഐദർ എൻക്വയറി ടു ഹിംസെൽഫ്, അതിനകത്ത് എൻക്വയറി ചെയ്യാം. പിന്നെന്താ? ഓർഡർ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടു ബി മെയ്ഡ് ബൈ എ പോലീസ് ഓഫീസർ. ഇനി പോലീസ് ഓഫീസർ മാത്രമല്ല, എനി അതർ പേഴ്സൺ ചെയ്യാം. അത്രയും കാര്യങ്ങൾ ചെയ്യാം. പിന്നെന്താ പറഞ്ഞത്? എന്തിനാണത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഓർഡറിംഗ് ഇൻവെസ്റ്റിഗേഷൻ? ദ പർപ്പസ് ഓഫ് ഓർഡറിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടു ഡിസൈഡ് വെദർ എ പ്രോസസ് ഇഷ് ടു ബി, പ്രതിക്കെതിരെ പ്രൊസീഡ് ചെയ്യണോ, സമൻസ് അയക്കണോ, അതോ തള്ളണോ എന്ന് തീരുമാനിക്കാൻ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസ്, വേറെ ഒന്നിനുമല്ല. ഇനി എക്സ്ക്ലൂസീവ് ട്രയബിൾ കോർട്ട് ഓഫ് സെഷൻ ആണെങ്കിൽ നോ സച്ച് ഇൻവെസ്റ്റിഗേഷൻ ഷാൽ ബി ഓർഡർഡ്. പോലീസിലേക്ക് ഓർഡർ ചെയ്യരുത്. പിന്നെ അൺലെസ് ദി കംപ്ലൈന്റ് ഹാസ് ടു ബി മെയ്ഡ് ബൈ ദ കോർട്ട്, ഈ വാദിയെയും സാക്ഷിയും വിസ്തരിച്ചില്ല എങ്കിലും വിസ്തരിക്കാതെയും ഓർഡർ ചെയ്യാൻ പാടില്ല. എന്ത് ഓർഡർ ചെയ്യാൻ പാടില്ല? ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ 225(1). ഇനി അടുത്ത എന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞു അതിനകത്ത് പിന്നെ സാക്ഷിയുടെ മൊഴി എടുക്കുന്ന കാര്യം പറഞ്ഞു, അപ്പോണോത്ത് നിൽക്കട്ടെ. ദെൻ പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞു എക്സ്ക്ലൂസീവ് ട്രൈബൽ കോർട്ട് ഓഫ് സെഷൻ ആണെങ്കിൽ അത് there is a duty cast upon the court. അത് കംപ്ലൈന്റ് ഹാജരാക്കണമെന്നല്ല പറയുന്നത്. എന്താണ്? ഡയറക്റ്റ് ദ കംപ്ലൈനന്റ് ടു കാൾ അപ്പോൺ. നിങ്ങൾ എല്ലാ സാക്ഷിയുടെ ഹാജരാക്കണം എന്നൊരു ഡയറക്ഷൻ കൊടുക്കണം മജിസ്ട്രേറ്റ്. അതാണ് പറഞ്ഞത്.
പിന്നെന്താണ്, പിന്നെ 225 ഇൻവെസ്റ്റിഗേഷൻ എനി അതർ പേഴ്സൺ നടത്തുന്നുണ്ടെങ്കിൽ പോലീസിന്റെ എല്ലാ അധികാരം ഉണ്ടാകും എക്സെപ്റ്റ് ദി അറസ്റ്റ്. ഇതാണ് 225. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 138 കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ പ്രതി അധികാരത്തിന് പുറത്താണെങ്കിൽ ഈ 225 ആപ്ലിക്കൽ ആവും. ചെക്ക് കേസിൽ പ്രതി വേറെ കോടതി അധികാര പ്രതി താമസിക്കുകയാണെങ്കിൽ ഈ എൻക്വയറി എടുക്കേണ്ട കാര്യമുള്ളൂ. 225 എൻക്വയറി നിർബന്ധമായിട്ട് വേണം. വേണ്ട സാർ, അതിൽ നമ്മളൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യണുണ്ടല്ലോ. അല്ല, അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നത് സാക്ഷിയുടെ മൊഴിയൊക്കെ അതൊക്കെ വെച്ചിട്ടാണ്. ആ എൻക്വയറി പിന്നെ വേണമെന്നുള്ളതാണ് ചോദ്യം. അഫിഡവിറ്റ് എന്ന് പറയുന്നത് മറ്റേ അതിൽ പറയുന്നതുകൊണ്ടല്ലേ, എവിഡൻസ് ഓൺ അഫിഡവിറ്റ് പറയുന്നതുകൊണ്ടല്ലേ. സാക്ഷികളെ ഹാജരാക്കാൻ പറയേണ്ട കാര്യമുണ്ടോ? എൻക്വയറി എടുക്കേണ്ട കാര്യമുണ്ടോ 138-ല്? ഇതനുസരിച്ച് എന്താ പറയണേ, പ്രതി വേറെ താമസിക്കാണെങ്കിൽ ഷാലല്ലേ പറയുന്നത്, നിർബന്ധമായിട്ട് എടുക്കണമെന്നല്ലേ പറയുന്നത്, ഷാനാ പറയണേ. 138-ല് വേണം. വേണോ? 138-ല് ആക്ട് പ്രകാരം ചെയ്താൽ മതി. വേണ്ടാന്ന് തോന്നുന്നു സാർ. എന്താ വേണ്ട തോന്നാൻ കാര്യം? അല്ല, അതില് ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയുള്ളതൊന്നും വരുന്നില്ല. അല്ല, അത് നമുക്ക് തോന്നിയ കാര്യമല്ലല്ലോ. അല്ല, അത് ജനറൽ സ്പെഷ്യൽ എൻആക്ട്മെന്റ് അല്ലേ, സ്പെഷ്യൽ അതിൽ തന്നെ പ്രൊവിഷൻ ഉണ്ടല്ലോ. അതിലെന്താ പ്രൊവിഷൻ? എൻക്വയറി വേണ്ടെന്നോ? അല്ല, അതിന്റെ പ്രൊസീജിയർ കൂടെ പറയുന്നുണ്ടല്ലോ. എന്ത് പറയാനുണ്ട്? അങ്ങനെ പറയണമെങ്കിൽ സംശയത്തിന് അവകാശം ഇല്ലല്ലോ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ. അല്ല, ഈ എൻക്വയറി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഈ മജിസ്ട്രേറ്റ് ഐദർ എൻക്വയറി ഹിംസെൽഫ് എന്ന് പറയുന്നത് എന്ത് എൻക്വയറി? ഈ സാക്ഷികളെയൊക്കെ വരുത്തി മൊഴിയെടുക്കുക, സാക്ഷിയുടെ മൊഴിയൊക്കെ നോക്കുക, പരിശോധിക്കുക, അതൊക്കെയാണ് പ്രോസസ്സ്. പോസ്റ്റ്പോൺ ചെയ്തിട്ട് വേണം ചെയ്യാനെന്നാ പറയണത്. അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് 138 വേണോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വെദർ 225 ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് 138. നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, വേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2025 6 KHC 250 2025 6 KHC 250 138 കേസിൽ അത് വേണ്ടെന്ന് പറയണു. മണി 10:10 വിഷമിച്ചല്ലാരും ഒരു 5 മിനിറ്റോടെ ഇരിക്കണമെങ്കിൽ ആ ഒരു ഒറ്റ പ്രൊവിഷൻ കൂടെ തീർക്കാം. ഒരു സെക്ഷൻ കൂടെ ഉള്ള അതിനകത്ത് 203 226, അതായത് ഡിസ്മിസ്. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കംപ്ലൈന്റ് ക്യാൻ ബി ഡിസ്മിസ്ഡ്. എപ്പോഴാ? ഈ ആഫ്റ്റർ കൺസിഡറിംഗ് ദി സ്റ്റേറ്റ്മെന്റ് ഓൺ ഓത്ത്, ഈ മൊഴിയൊക്കെ പരിശോധിച്ചിട്ട് ഓൺ ദ കംപ്ലൈന്റ് ആൻഡ് എനി ഓഫ് ദി വിറ്റ്നസ് ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി എൻക്വയറി ആൻഡ് ദി ഇൻവെസ്റ്റിഗേഷൻ ഇഫ് മെനി അണ്ടർ 225 the magistrate is opinion that there is no sufficient ground for proceeding, he shall dismiss the complaint. And every such case he shall briefly record the reason for doing so. അതായത് പിന്നെ കോഗ്നൈസൻസ് എടുത്ത് ഇങ്ങനെ നടന്നു വന്ന് ഏറ്റവും അവസാനം ഒന്നുമില്ല ഇതിനകത്ത് തോന്നിയാൽ കംപ്ലൈന്റ് ക്യാൻ ബി ഡിസ്മിസ്ഡ്. അതെപ്പോഴാണ്? ആഫ്റ്റർ കൺസിഡറിംഗ് ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റിസൾട്ട് ഓഫ് ദി എൻക്വയറി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ 225 തൊട്ട് 226 വരെ, 223 തൊട്ട് 226 വരെ ഉള്ളതില് 223-ല് മാത്രമാണ് വ്യത്യാസം വരുത്തിയത്. 223-ൽ എന്താ വ്യത്യാസം വരുത്തിയത്? മജിസ്ട്രേറ്റ് ടേക്കിംഗ് കോഗ്നൈസൻസ് എന്നുള്ളത് മാറ്റി മജിസ്ട്രേറ്റ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ വൈൽ ടേക്കിംഗ്. ബാക്കി ഒന്നിലും ഒരു വ്യത്യാസവും ഇല്ല. ഏതാ? 224 തൊട്ട് ഇങ്ങോട്ട് what is the actual provision the CRPC is reiterated in the provision. അത് ഞാൻ പറയാൻ കാരണം ഈ എൻക്വയറി സ്റ്റേജില് whether the accused can appear എൻക്വയറി സ്റ്റേജില് accused is not having any right to appear. But he can appear through a counsel or he can watch the proceedings. അയാൾക്ക് സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്യാം, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ
ഒരു മജിസ്ട്രേറ്റ് പ്രോസസ് അയക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനിടത്തേക്ക് ഒരു പ്രതിക്ക് വരാൻ യാതൊരു അവകാശവും ഇല്ല. പ്രതിയുടെ അവകാശം എപ്പോഴാ? പ്രതിയുടെ അവകാശം ബിഫോർ ടേക്കിംഗ് കോഗ്നിസൻസ് ആണ്. ആഫ്റ്റർ ടേക്കിംഗ് കോഗ്നിസൻസ് അക്യൂസ്ഡ് ഈസ് നോട്ട് ഹാവിംഗ് എനി റൈറ്റ്. അതാണ് സുപ്രീം കോടതി ഡിസിഷൻ മൊത്തം പറയുന്നത്. ഓക്കെ, ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുക, കൺഫ്യൂഷൻ ആകരുത്, ഇൻവെസ്റ്റിഗേഷൻ തെറ്റിപ്പോകരുത്, തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചാൽ തെറ്റിപ്പോകരുത്. കേട്ടല്ലോ? അപ്പൊ അന്യായം കൊണ്ടുവന്ന് പറയുമ്പോൾ അത് അയക്കണോ വേണ്ട എന്നൊക്കെ ചോദ്യം ചോദിച്ച് ഒഫൻസ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഒരു കോർട്ട് ഓഫ് സെഷന്റെ 302 പ്രൈവറ്റ് കംപ്ലൈന്റ് വന്നാൽ എന്ത് ചെയ്യും? മജിസ്ട്രേറ്റ് എങ്ങനെ അയക്കുമെന്ന് തോന്നരുത്. 156 അയക്കാം, അല്ലെ 173 അയക്കാം. പക്ഷെ അതിന്റെ ഫോർമാലിറ്റി കംപ്ലൈ ചെയ്യണം. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് അയക്കാം. മനസ്സിലായി? ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ പോക്സോ കോടതിയിലൊക്കെ സ്പെഷ്യൽ കോർട്ടാണല്ലോ ഇപ്പോൾ ഉള്ളത്. സ്പെഷ്യൽ കോർട്ടല്ലേ ഇപ്പോൾ? ആ സ്പെഷ്യൽ കോടതി മുമ്പാകെ ഒരു അന്യായം വന്നാലോ, പോക്സോ ഒഫൻസ് വെച്ചിട്ട് ഒരു അന്യായം ബോധിപ്പിച്ചാൽ, വെദർ ദാറ്റ് സ്പെഷ്യൽ കോർട്ട് ക്യാൻ ഫോർവേഡ് ദ കംപ്ലൈന്റ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ 175(3) പഴയ 156(3), വെദർ ദ സ്പെഷ്യൽ കോർട്ട് ക്യാൻ. സ്പെഷ്യൽ കോർട്ട് ക്യാൻ അല്ലേ സർ? ആ, സ്പെഷ്യൽ കോർട്ട് ക്യാൻ. കാരണം അത് മജിസ്ട്രേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? അപ്പൊ പറ്റും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? എവറിഥിങ് ഇസ് ക്ലിയർ. നല്ല സമയമുണ്ട്. പ്രസാദ് സാർ അപ്പിയർ ചെയ്തു. അപ്പോ തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യം വരും ഇതിനകത്ത്. തെറ്റിക്കരുത്. കേട്ടല്ലോ? അംജദ് ക്ലിയർ ആയല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ആ ആ ഏതാ? കേട്ടില്ല. ഇന്റർവ്യൂ ഓർഡർ എന്തുവാ? ഇതിനകത്ത് ഇന്റർവ്യൂ ഓർഡർ ഒന്നും പാസ്സാക്കാൻ പറ്റൂല കംപ്ലൈന്റിൽ. ഡീവിലായിരിക്കും സാർ പറയുന്നത്. അല്ലല്ല, അത് പറഞ്ഞത് ഈ പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ കാര്യമാണോ? ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലൈന്റ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2. കംപ്ലൈന്റ് അല്ല അത്. ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലൈന്റ്. ഇറ്റ് ഈസ് ഓൺലി എൻ ആപ്ലിക്കേഷൻ. കേട്ടോ? അവിടെ കംപ്ലൈന്റ് വന്ന ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ സ്ഥലത്തേ വരുള്ളൂ. എപ്പോഴാ? ഇഫ് ദി പ്രൊട്ടക്ഷൻ ഓർഡർ ഈസ് വയലേറ്റഡ് ഇറ്റ് വിൽ ബിക്കം ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 31 ഓഫ് ദി ആക്ട്. അപ്പോൾ ഒരു കംപ്ലൈന്റ് വരും. അവിടെ മാത്രമേ കോൺഗ്രസിന്റെ പദ്ധതി ഉദിക്കുന്നുള്ളൂ. അത് ക്രിമിനൽ കംപ്ലൈന്റ് അപ്പം മാത്രമേ ആകുള്ളൂ, അല്ലാത്തപ്പോൾ കംപ്ലൈന്റ് ആകില്ല. അല്ല, സെക്ഷൻ 31 എന്ന് പറയുന്നത് കോഗ്നിസബിൾ ഒഫൻസ് ആണ്. പോലീസിൽ പരാതി കൊടുത്ത് FIR എടുപ്പിക്കാം, ഡയറക്റ്റ് ആയിട്ട് മജിസ്ട്രേറ്റ് റൂമിൽ കൊടുക്കാം. മനസ്സിലായി? പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് കൂട്ടും. ഇല്ല, അത് അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്ഷൻ 12 ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ സെക്ഷൻ 12 ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്രിമിനൽ കംപ്ലൈന്റ് അല്ല. ക്രിമിനൽ കംപ്ലൈന്റ് പ്രൊട്ടക്ഷൻ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സെക്ഷൻ 12 ആപ്ലിക്കേഷൻ കൊടുത്തു, സെക്ഷൻ 18 പ്രകാരം ഓർഡർ പാസ്സാക്കി എന്ന് വരുന്നത്. അതായത് ഡൊമസ്റ്റിക് വയലൻസ് കമ്മിറ്റ് ചെയ്യരുത്, ഫിസിക്കലായിട്ട് കമ്മിറ്റ് ചെയ്യരുത് എന്ന് പറയുന്നു. അയാൾ ഇൻ വയലേഷൻ ഓഫ് ദാറ്റ് ഓർഡർ ഹി കമ്മിറ്റഡ് എ ഫിസിക്കൽ ഒഫൻസ്, then it will make an offense under section 31 of the act. ആ 31 അപ്പൊ ഇനി കംപ്ലൈന്റ് കൊടുക്കാം അവിടെ. അപ്പൊ അത് ക്രിമിനൽ കംപ്ലൈന്റ് ആവും. അപ്പോഴേ അതിന് ക്രിമിനൽ സ്വഭാവം വരുന്നുള്ളൂ. അത് മറ്റതെല്ലാം ക്രിമിനൽ സ്വഭാവം അല്ല, അതെല്ലാം സിവിൽ സ്വഭാവത്തിലുള്ള പ്രൊസീഡിങ്സ് ആണ് വരുന്നത്. അതെ, വയലേറ്റ് ചെയ്താലും ഒഫൻസ് കംപ്ലൈന്റ് ആവുള്ളൂ, അല്ലെങ്കിൽ അത് സിമ്പിൾ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. യെസ് സാർ, ഒരു ചെറിയൊരു ഡൗട്ട്. നേരത്തെ ചോദിക്കാൻ ശരിയില്ലെന്നറിയാം, എന്നാലും ചോദിക്കണ്ടേ. ഈ 223 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നില്ലേ സാർ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിന്റെ എവിഡൻഷ്യറി വാല്യൂ എന്ന് പറയണത് നമുക്ക് പിന്നീട് അത് കോൺട്രഡിക്ഷന് മാത്രമായിട്ടല്ലേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഇവൻ ഓത്ത് എടുത്തിട്ടാണെങ്കിൽ പോലും?
കോൺട്രഡിക്ട് ചെയ്യാനും കൊറോബറേറ്റ് ചെയ്യാനും പറ്റും. രണ്ടും പറ്റൂലേ സാർ? ഓത്ത് എടുക്കണാനും ആ, രണ്ടും പറ്റും. ഓക്കെ. പറ്റും. FIR പോലെ തന്നെ അല്ല, FI സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ അതൊരു പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമല്ലോ നേരത്തെ. അത് കൊറോബറേറ്റിന് ഉപയോഗിക്കാം, കോൺട്രഡിക്ഷൻ ഉപയോഗിക്കാം. ഈ 161 സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ഷൻ കൊറോബറേഷൻ ഉപയോഗിക്കാൻ പറ്റത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 162 എക്സ്പ്രസ്ലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പറ്റത്തില്ല എന്ന്. മനസ്സിലായില്ലേ? അതാണ്. യെസ്, ഈ കൊച്ചു സംശയം ഉണ്ടായിരുന്നല്ല, എല്ലാരും ഉറങ്ങി. അല്ല സാർ, അതിലൊന്ന് നമ്മൾ എഴുതി കൊടുക്കണതാണോ എടുക്കുക, അതോ കോടതിയിൽ പറയണത് അതേ സ്റ്റേറ്റ്മെന്റ് ആണോ എടുക്കുക എന്നുള്ളൊരു ഇതുണ്ട്. എഴുതി കൊടുക്കണത് അങ്ങനെ നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുക്കണത് കോൺട്രഡിക്ഷനും കൊറോബറേഷനും പറ്റില്ല. കോടതിയിൽ പറയണത് മാത്രമല്ലേ സാർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഡിഫറൻസ്. അല്ല, നിങ്ങൾ കംപ്ലൈന്റിൽ എഴുതി കൊടുത്താൽ ആ കംപ്ലൈന്റിൽ അത് നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യുമ്പോൾ അത് കോൺട്രഡിക്ട് ചെയ്യാൻ ഉപയോഗിക്കാം, ഡിഫൻസിന് ഉപയോഗിക്കാം. അത് എഴുതി കൊടുത്താൽ അത് ബേസ് കംപ്ലൈന്റ് അല്ലേ അതിനകത്ത്. അത് കോൺട്രഡിക്ഷൻ ഉപയോഗിക്കാം, നിങ്ങൾക്ക് കൊറോബറേഷൻ ഉപയോഗിക്കാം. ഓക്കെ സാർ, ഓക്കെ. ചില സമയത്ത് നമ്മൾ കൊടുക്കണ സമയത്ത് വിറ്റ്നസ് ഒക്കെ വന്നിട്ട് വേറെ മൊഴി മാറ്റി പറയും. അപ്പൊ അങ്ങനെ ഡിസ്മിസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കംപ്ലൈന്റ്. അപ്പൊ വിചാരിച്ചു ഇങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അല്ല, അത് പ്രീവിയസ് വരുന്ന മാത്രമല്ല, കംപ്ലൈന്റ് എന്ന് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള സാധനം അതിനകത്തല്ലേ കിടക്കണേ. അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊറോബറേറ്റ് ചെയ്യാനും കോൺട്രഡിക്ട് ചെയ്യാനും പിന്നെ പ്രതിക്ക് കോൺട്രഡിക്ട് ചെയ്യാനും ഉപയോഗിക്കാതെ. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു സാർ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചതിനകത്തുനിന്ന് ഉറപ്പ് 2-3 ചോദ്യം എന്തായാലും ഉണ്ടാകും കേട്ടോ. ഞാനിപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള ചോദ്യങ്ങളാ. ചാടി കയറി തെറ്റിക്കരുത്. ശരി, അപ്പൊ നിർത്താം. നാളെ നമ്മുടെ പ്രസാദ് സാർ എടുക്കും. സാർ എന്തോ പറഞ്ഞു, മ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്, കേൾക്കാൻ പാടില്ല. അല്ല, എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനാണ്. അല്ല, സാറിന് തെറ്റി ഇപ്പൊ ഇനി കണ്ടിന്യൂസ് എടുക്കാൻ വന്നാണോ എന്നൊരു സംശയം കൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇല്ല, ഇതിപ്പോ നിങ്ങളുടെ രണ്ട് ദിവസം എടുക്കാനുള്ളത് എടുത്തല്ലോ. അതിന്റെ ആശ്വാസത്തിൽ ഞാൻ ഇരിക്കുകയാണ്. ശരി. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ. എന്തായാലും 1-2 ക്വസ്റ്റ്യൻ ഔട്ടായി. ഇതിന്ന് 3 ചോദ്യം വരുമെന്നല്ലേ പറഞ്ഞ. ശരി, ഗുഡ് നൈറ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, Thank you, sir. Good night. Thank you, sir. ഗുഡ് നൈറ്റ്.